അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അലാ അലിഹി വസ്ഹാബി അജ്മഈൻ. മക്കളെ വളർത്തുമ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കണം, എങ്ങനെ വളർത്തണം? ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ മാതാപിതാക്കളും ചിന്തിക്കുന്ന വിഷയമാണിത്. നമ്മുടെ കേരളത്തിലെ മക്കളെയും ഇന്ത്യയിലെ മക്കളെയും വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. മക്കളെ വളർത്തുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയേണ്ടത്, പ്രധാനമായും ആദ്യം അറിയേണ്ട കാര്യം മക്കളുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളാണ്. 5 ഘട്ടങ്ങളിലൂടെ ജീവിതം കടന്നു പോകും. ഞാനത് വളരെ ചുരുക്കി കാര്യങ്ങളൊന്ന് പറയാം. ഒന്നാമത്തെ ഘട്ടം കുഞ്ഞിൻ്റെ ശൈശവം എന്ന ഘട്ടമാണ്. ശൈശവം എന്നത് കുഞ്ഞ് ജനിച്ച് 2 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ബാല്യം എന്ന ഘട്ടം. ബാല്യം എന്ന ഘട്ടം 3 വയസ്സിൽ തുടങ്ങി 12 വയസ്സ് വരെ നീളുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് കൗമാരം എന്ന ഘട്ടം. അത് 13 തുടങ്ങി 19 വയസ്സ് വരെ നീളുന്നു. 19 വയസ്സ് കഴിയുന്നതോടെ നമ്മുടെ മക്കൾ യുവാക്കളും യുവതികളുമായി മാറും. 20 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തെ യുവത്വം എന്ന് പറയും, അഡൾട്ട്ഹുഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. 60 വയസ്സിന് മുകളിലേക്ക് വാർദ്ധക്യമാണ്. ഇതിൽ കുട്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആദ്യത്തെ 3 ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ശൈശവവും ബാല്യവും കൗമാരവും. ഓരോ ഘട്ടത്തിലും രക്ഷിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം സൂചിപ്പിക്കാം. ആദ്യം ശൈശവമാണ്. ശൈശവാവസ്ഥയിൽ നമ്മൾ കുഞ്ഞിന് എന്ത് നൽകണം? പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുക, ശൈശവാവസ്ഥയിൽ കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് തുടങ്ങി എല്ലാം വ്യക്തമായി ഇസ്ലാം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് എങ്ങനെ, കുഞ്ഞിന് പാല് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതെല്ലാം നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞിന് 3 വയസ്സാകുമ്പോഴേക്ക് ആ കുഞ്ഞിൻ്റെ ബുദ്ധിയുടെ 50% വളരുമെന്ന് സൈക്കോളജി പറയുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 3 വയസ്സാകുന്ന ഒരു കുഞ്ഞിന് അവൻ്റെ 50% ബുദ്ധിയും വളർന്നിരിക്കും. ഈ 50% ബുദ്ധി വളരുന്ന 3 വയസ്സിനിടയ്ക്ക് മാതാപിതാക്കൾ കുഞ്ഞിന് എന്താണ് നൽകുന്നത് അതിനനുസരിച്ചിരിക്കും കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയുടെ തോത്. ഈ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൗൺസിലറെ സമീപിക്കുന്ന വിഷയം 4 വയസ്സായിട്ടും കുഞ്ഞ് കൃത്യമായി സംസാരിക്കുന്നില്ല എന്നതാണ്. ഈ സംസാരിക്കാത്ത കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും. ആ കുട്ടിക്ക് വാശി കൂടാനും ദേഷ്യം കൂടാനും സാധ്യതയും കൂടും. കുഞ്ഞ് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നത് വളരെ സിമ്പിൾ വിഷയമാണ്. കുഞ്ഞിനോട് മാതാപിതാക്കൾ സംസാരിക്കുന്നില്ല എന്നതാണ് ഈ കുഞ്ഞ് സംസാരിക്കാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ 3 വയസ്സാകുമ്പോഴേക്ക് അവൻ്റെ ബുദ്ധി വളർച്ചയുടെ 50% വളരുന്ന ഒരു പ്രായത്തിൽ മാതാവ് എന്താ വേണ്ടത്, പിതാവ് എന്താ വേണ്ടത്? കാര്യം വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം എന്താ? അവന് നല്ല സാമീപ്യം കൊടുക്കണം. അത് പാപ്പയും കൊടുക്കണം, ഉമ്മയും കൊടുക്കണം. രണ്ടാമത് അവനെ പരിഗണിക്കണം. മൂന്നാമത് അവന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. ഇത്രയേ ചെറിയ കുട്ടിക്ക് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും തുടങ്ങിയവ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കണം. ഞാൻ ഈ അടുത്ത് വളരെ ചെറിയൊരു കുട്ടിയെ കണ്ടു. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒരു 10 മാസമോ ഒരു 11 മാസമോ പ്രായമുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ കയ്യിൽ അവൻ കളിക്കുന്നത് അച്ഛൻ്റെ ടച്ച് സ്ക്രീനുള്ള മൊബൈൽ ഫോൺ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെയും സംസാരശേഷിയെയും ഒക്കെ ബാധിക്കും. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഒരുപാട് നേരം കൃത്യമായി സംസാരിക്കുക എന്നതാണ് ഈ പ്രായത്തിൽ ഒരു പിതാവും മാതാവും കുഞ്ഞിന് ചെയ്യാനുള്ളത്. മുഴുവൻ സമയവും അവൻ്റെ കൂടെ ഇരുന്ന് അവനെ പരിഗണിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ശൈശവാവസ്ഥയിൽ ഈ കുഞ്ഞിനെ നോക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആ ശൈശവാവസ്ഥയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ പ്രായത്തിൽ കുഞ്ഞിൻ്റെ ബുദ്ധി വളരണം. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അവൻ മണ്ടനാണെന്നോ ബുദ്ധി വളർച്ച ഇല്ലയെന്നോ നമ്മൾ പറയരുത്. ഇത്തരം കാര്യങ്ങളാണ് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. 3 വയസ്സാകുന്നതോടെയാണ് ഒരു ഉമ്മക്കും ബാപ്പാക്കും കുഞ്ഞ് പ്രശ്നക്കാരനാവുക. അത് ഞാൻ പറയാതെ തന്നെ കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും അറിയാം. 3 വയസ്സാകുന്നതോടെ കുഞ്ഞ് ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. ടോഡ്ലർ ഏജ് എന്നാണ് അതിന് സൈക്കോളജി പറയുക. ഇതോടുകൂടി ഈ കുഞ്ഞ് അവൻ്റെ ഉപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും പ്രശ്നക്കാരനാവും. അവിടെ മുതലാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക. ഇവിടെ നമ്മൾ കുഞ്ഞിന് എന്ത് കൊടുക്കണം? നമ്മൾ മിക്കവാറും ആളുകൾ പറയും, ഈ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ തോറ്റു, ഈവൻ എന്താ ഇങ്ങനെ, ഭയങ്കര വികൃതിയാണ്, നിൽക്കുന്നില്ല, ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം നമ്മൾ ഈ കുട്ടിയുടെ ഒരു ബാല്യാവസ്ഥയിൽ ബാല്യത്തെ നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിക്കാം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പ്രീ സ്കൂൾ ഏജ് എന്ന് പറയും. കുട്ടിയുടെ ആദ്യ ബാല്യഘട്ടം.
രണ്ടാമത്തെ ഘട്ടം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പിൽക്കാല ബാല്യം. ഇത് സ്കൂൾ ഏജ് എന്ന് അതിന് പറയാം. 6 വയസ്സാകുമ്പോൾ കുഞ്ഞ് നമ്മൾ 1-ാം ക്ലാസ് ചേർത്തുന്നത്. ഈ 2 ഘട്ടമായിട്ട് ഇനി തിരിക്കാം. ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും രണ്ടാമത്തെ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും വേറെ വേറെ പറയാം. അതിന് ആദ്യത്തെ ഘട്ടത്തിൽ കുഞ്ഞിനൊരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളൊരു ഘട്ടം. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? 2 കാര്യം. ചോറ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ചൊല്ല് കൊടുക്കണം. ചോറ് കൊടുത്തോ എന്ന ചോദ്യത്തിന് മാതാവിൻ്റെ പിതാവിൻ്റെ ഉത്തരം തീർച്ചയായും കൊടുത്തു എന്നാണ്. ഒരു ഉമ്മ ആ വീട്ടിലെ ഏറെ സമയവും ചിലവഴിക്കുക കുഞ്ഞിന് ചോറ് കൊടുക്കാനാണ്. ഒരു പ്ലേറ്റുമായി അതിൽ ചോറെടുത്ത് കുഞ്ഞിൻ്റെ പിറകെ നടന്ന് അവന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ചൊല്ലു കൊടുക്കണം. ചോറ് കൊടുത്തോ? കൊടുത്തു. ചൊല്ലു കൊടുത്തോ? ഇല്ല. ചില മാതാപിതാക്കൾ പറയും തല്ല് കൊടുത്തു. നമ്മൾ ചൊല്ലു കൊടുക്കാൻ മറന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കുക, ചോറ് വയറ്റിലേക്കാണ് പോവുക. നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനോട് ചോദിക്കുക വയറ് നിറഞ്ഞോ എന്നാണ്. ഈ ചോറ് വയറ്റിലേക്കാണ് പോവുക. തീർച്ചയായും ആ ചോറ് വയറ്റിലെത്തും. വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ആ ചോറിലുള്ള പോഷകാംശങ്ങൾ കുട്ടിയുടെ ശരീരത്തിലേക്ക് വരും. കുഞ്ഞിൻ്റെ മസിലുകൾക്ക് ശക്തി കൂടാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ എല്ലുകൾ ദൃഢമാവാൻ തുടങ്ങും. കുഞ്ഞ് സാവധാനം വളരാൻ തുടങ്ങും. ആ വളർച്ച നമ്മൾ നോക്കി നിൽക്കും. ആളുകൾ പറയും കുട്ടി വളരുന്നുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കൂ, ചൊല്ല് എവിടെയൊക്കെ എത്തുക? നമ്മൾ ചൊല്ലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ല നിൻ്റെ വയറ് നിറഞ്ഞോ എന്ന്. ചൊല്ല് കുഞ്ഞിൻ്റെ മനസ്സിലേക്കാണ് പോവുക. ചൊല്ലിക്കൊടുത്ത് വളർത്തുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ നന്മയുണ്ടാകും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾ കുഞ്ഞിന് കൊടുക്കേണ്ട സാധനം ചൊല്ലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ലോകത്ത് പ്രശ്നമുണ്ടാക്കിയ, നിങ്ങൾ പത്രവാർത്തകൾ എടുത്ത് വായിക്കി, ഒളിച്ചോട്ടം, ലൈംഗികമായ പ്രശ്നങ്ങൾ, ആവശ്യമില്ലാത്ത വീഡിയോ കുഞ്ഞുങ്ങൾ കാണൽ, ഇങ്ങനെ ഒരു കുട്ടിയെ വേറൊരു കുട്ടി കുത്തി കൊലപ്പെടുത്തുന്നു, റാഗിങ്ങിൻ്റെ പേരിൽ ഒരു 19കാരൻ്റെ കണ്ണടിച്ച് പൊട്ടിക്കുന്നു. ഇതൊക്കെ വളരെ സംസ്കൃതരെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കുട്ടികൾ പഠിച്ചതാണ്. ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ചുംബന സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ വന്നത് നമ്മൾ അധകൃതരെന്ന് പറയുന്ന, അസംസ്കൃതരെന്ന് പറയുന്ന വയനാട്ടിലെ കാടുകളിൽ നിന്നുള്ള ആദിവാസികളല്ല. കോഴിക്കോട് സർവകലാശാല എന്ന് പറയുന്ന വലിയ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലേക്ക് ചുണ്ടും ചേർത്ത് ചുംബിക്കാൻ വന്നത് നിങ്ങൾ ഓർക്കണം. അതെന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പ്രശ്നമുള്ളത്? ഈ കുട്ടികൾക്കൊന്നും ശരീരത്തിന് പ്രശ്നമില്ല, ചോറ് കിട്ടാത്ത പ്രശ്നമില്ല. പ്രശ്നം എവിടെയാണ്? അവർക്ക് ചൊല്ല് കിട്ടിയില്ല എന്നതാണ് പ്രശ്നം. കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കണം. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചൊല്ലിക്കൊടുക്കണം. നിങ്ങൾ നോക്കുക, ശീലങ്ങൾ പെട്ടെന്ന് കുഞ്ഞിന് വളർത്താൻ പറ്റിയ സാധനമാണ്. ചെറുപ്പത്തിൽ ചെറിയൊരു കുട്ടിക്ക്, ഒരു 3 വയസ്സുകാരന്, ഒരു 4 വയസ്സുകാരന്, അവന് കിടക്കാൻ നേരത്ത് ഖുർആൻ ഓതിക്കൊടുക്കുന്ന, പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്ന, അത് ചൊല്ലിക്കിടത്തുന്ന ഒരു ഉമ്മ ആ കുഞ്ഞിന് കൊടുക്കുന്നത് വലിയൊരു സഹായമാണ്. ആ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ ആ പ്രാർത്ഥന ചൊല്ലി മാത്രമേ കിടക്കുള്ളൂ. രാവിലെ എണീക്കുന്ന സമയത്ത് മിക്കവാറും ഉമ്മ കൂടെ ഉണ്ടാകും കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ ഉപ്പ കൂടെ ഉണ്ടാകും. ആ കുഞ്ഞ് എണീക്കുന്ന സമയത്ത്, ഉമ്മ ഉണർത്തുന്ന സമയത്ത് ഉറക്കം ഉണർന്നാലുള്ള പ്രാർത്ഥന കുഞ്ഞിന് ചൊല്ലിക്കൊടുക്കാം. വളരെ പെട്ടെന്ന് കുഞ്ഞ് പഠിക്കും. നമ്മളെപ്പോലെയല്ല കുട്ടിയെന്ന് നിങ്ങൾ അറിയണം. എല്ലാം ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവനുണ്ടാകും. അപ്പോൾ ഈ കുഞ്ഞിന് ഈ സമയത്ത് നല്ല ചൊല്ല് കൊടുക്കണം. എത്ര ചൊല്ല് പണ്ടത്തെ ഉമ്മമാർ, നമ്മുടെയൊക്കെ ഉമ്മമാർ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് കുഞ്ഞിന് കിട്ടാതെ പോകുന്നത് ഈ ചൊല്ലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കണം. എന്തുകൊണ്ടാണ് കുഞ്ഞ് നാശമാകുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞ് ഇങ്ങനെ പെരുമാറുന്നത്? അവന് സ്കൂളിൽ പോയിട്ട് എന്താ ഇങ്ങനെ, അവൻ ഉമ്മയോടെന്താ ഇങ്ങനെ എന്ന് ഒരു മാതാവും പിതാവും മനസ്സിലോർത്ത് വ്യാകുലപ്പെടുന്നതിന് മുമ്പ് ആലോചിക്കണം. ചെറിയ സമയത്ത്, ഈ ചെറുപ്പകാലത്ത് കുട്ടിക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തോ? അപ്പോഴും ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഇഷ്ടം പോലെ ചോറ് കൊടുത്തല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ബാപ്പയെയും ഉമ്മയെയും വിട്ട്, ബാപ്പയും ഉമ്മയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണും നമ്മൾ അറിയണം. അവൾക്ക് നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ട്, അവൾക്ക് കിടക്കാൻ പതുപതുത്ത മെത്ത വാങ്ങി കൊടുത്തിട്ടുണ്ട്, അവളെ വീശി തണുപ്പിക്കാൻ സ്വന്തമായിട്ടൊരു ഫാനുണ്ട്, അവൾക്ക് കിടക്കാൻ മുറിയുണ്ട്. ബാപ്പ മലരാരണ്യത്ത് പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കിയിട്ട് എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തേ ഈ കുട്ടി ഇങ്ങനെ ചെയ്തു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞത്. ചെറുപ്പകാലത്ത് മുതൽ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു ചൊല്ല് കൊടുക്കൽ മാതാപിതാക്കൾ മറന്നു പോകുന്നുവോ എന്ന് നമുക്ക് സംശയിക്കാം. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട്. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ നമുക്കിനി കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഞാൻ രണ്ടാമത്തെ ഘട്ടം എന്ന് ഉദ്ദേശിച്ചത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആദ്യഘട്ടത്തിന് ശേഷം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ്. അതിനെക്കുറിച്ചും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു 2 വാക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ,
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം 3 കാര്യങ്ങളാണ് ബാപ്പയും ഉമ്മയും നിയന്ത്രിക്കേണ്ടത്. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ കുഞ്ഞ് ഭാവിയിൽ ഒരു മികച്ച കുഞ്ഞായി മാറും. 3 കാര്യങ്ങളാണ് രക്ഷിതാവ് ഉറപ്പുവരുത്തേണ്ടത്, രക്ഷിതാവ് നിയന്ത്രിക്കേണ്ടത്. അതെന്തൊക്കെയാണ് ഞാൻ എണ്ണി പറയാം. 1, കുഞ്ഞിൻ്റെ കാഴ്ച. 2, കുഞ്ഞിൻ്റെ കേൾവി. 3, കുഞ്ഞ് എന്ത് കളിക്കുന്നു. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ എണ്ണി. കുഞ്ഞ് കളിക്കുന്നത്, കുഞ്ഞ് കേൾക്കുന്നത്, കുഞ്ഞ് കാണുന്നത് കുഞ്ഞിനെ സ്വാധീനിക്കും. ഇത് 3ഉം എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും മനസ്സിലിട്ട് വെക്കണം. കാരണം നമ്മളെക്കാൾ റേഞ്ചുള്ള, നമ്മളെക്കാൾ വലിയൊരു ആൻറ്റിനയോട് കൂടി എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യത്തക്ക രൂപത്തിലാണ് കുട്ടിയെന്ന് ഓർക്കണം. കോലായിലിരുന്നിട്ട്, വീടിൻ്റെ കോലായിൽ കസേരയുടെ മുകളിലിരുന്ന് തൻ്റെ കയ്യിലെ വില കൂടിയ മൊബൈൽ ഫോണിൽ ഉറക്കെ സംസാരിക്കുന്ന പിതാവ് താനിരിക്കുന്ന വീട്ടിലെ കൊലായിലിരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? നിങ്ങൾ എവിടെയാണ് എന്ന് മറുതലക്കൽ ചോദ്യം വരുമ്പോൾ പിതാവ് കൊലായിന്ന് പറയും, ഞാൻ അങ്ങാടിയിലാണ്. കുഞ്ഞ് സ്വാഭാവികമായി അകത്തുനിന്ന് കുഞ്ഞ് വിചാരിക്കും, ഇവിടെ ഇരിക്കുന്ന എൻ്റെ അച്ഛൻ എങ്ങനെ, എൻ്റെ ഉപ്പ എങ്ങനെ അങ്ങാടിയിലെത്തി? ഇയാൾ പറയുന്നത് പൂർണ്ണമായും കളവാണ്. വളരെ നിരുപദ്രവമെന്ന് കരുതിയ ഈ ഒരു കളവ് കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കയറുക. ഈ കളവ് നമുക്ക് പറയാൻ പറ്റുമെന്നൊരു സന്ദേശത്തിലൂടെയാണ്. ഇവിടെയാണ് കുഞ്ഞ് തെറ്റുക. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് വരും. എന്താ പറയുക? ഇവൻ കളവ് പറയുന്നു, സത്യം പറയുന്നില്ല, ഇവന് പ്രോഗ്രസ് കാർഡ് തിരുത്തുന്നു, ഇങ്ങനെയൊക്കെ എന്താ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഇതാണ്. ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് കിട്ടിയ ഒരു കാര്യം അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മേൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് ഇതാണ്. നിങ്ങൾ ഓർത്ത് നോക്ക്, ബാപ്പയും ഉമ്മയും ബെഡ്റൂമിൽ മനോഹരമായിട്ടിരിക്കുന്നു. സ്പ്രിങ് മാട്രസിൻ്റെ മുകളിലാണ് ബാപ്പയും ഉമ്മയും ഇരിക്കുന്നത്. ആ കിടക്കെങ്ങനെ മനോഹരമായിട്ട് ആക്ഷനൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ 4 വയസ്സുള്ള കുഞ്ഞ് ബാപ്പയും ഉമ്മയും ഒരുമിച്ചിരിക്കുമ്പോൾ കുഞ്ഞ് എന്തെന്നെ പറഞ്ഞാലും അവരുടെ ഇടയിലുണ്ടാകും. ഈ കുഞ്ഞ് ബാപ്പൻ്റെ തോളിലൂടെ കയറി ബെഡിലേക്ക് ചാടുന്നു, ഉമ്മയുടെ മടിയിൽ തലകുത്തി നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കണം, കുഞ്ഞ് കളിക്കുമ്പോഴാണ് കുട്ടിയുടെ മനസ്സ് ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം. ഈ കുട്ടി ചാടിക്കളിക്കുകയാണ്, ഈ സമയത്ത് കുഞ്ഞിൻ്റെ മനസ്സ് തുറന്നിരിക്കും. അവിടെ ഇരിക്കുമ്പോഴാണ് ബാപ്പാൻ്റെ കയ്യിലുള്ള, അച്ഛൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. അപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് അടുത്തിരിക്കുന്ന ഭാര്യയോട് സ്വാഭാവികമായും ഭർത്താവ് പറയും, ഇത് ഞാൻ എടുത്താൽ ശരിയാവില്ല, നീ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറ. ഉമ്മ വളരെ കൂളായിട്ട്, വളരെ നിരുപദ്രവമെന്ന് കരുതുന്ന ഒരു കാര്യം, ഉമ്മ ഫോൺ എടുത്ത് മൂപ്പരിവിടെ ഇല്ലല്ലോ, പുറത്തു പോയതാണല്ലോ എന്ന് വളരെ കൂളായി സംസാരിക്കുമ്പോൾ ഈ കളിക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇതൊരു കുത്തായി കയറുന്നുണ്ടെന്ന ബോധം, ഈ ബോധം രക്ഷിതാവിനുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കണം, കുഞ്ഞ് വൃത്തികേടായി പോവാതെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. കുഞ്ഞ് എന്ത് കേൾക്കുന്നു എന്നത് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അവിടെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിന്നെക്കൊണ്ട് കഴിയില്ല, കുരുത്തം കെട്ടവനാണ്, പ്രശ്നക്കാരനാണ്, അതുകൂടാതെ അതിനപ്പുറത്തേക്കുള്ള വളരെ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും മാതാപിതാക്കൾ സംസാരിക്കും. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. എന്താ നമ്മുടെ കുഞ്ഞ് കേൾക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. 2ാമത്തെ കാര്യം, കുഞ്ഞ് എന്ത് കാണുന്നു എന്നതാണ്. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർത്താൽ പോരെ, ആരെ വീട് നമ്മൾ എടുത്തു നോക്കിയാലും നമ്മുടെ വീടിൻ്റെ ഡ്രോയിങ് റൂമിലുണ്ടാകും മനോഹരമായൊരു ടി വിയാണ്. ടി വി ഇല്ലാത്തൊരു വീടും നമ്മുടെ ഈ പരിസര പ്രദേശത്ത്, കേരള സംസ്ഥാനത്തില്ല. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ടി വി ഇല്ലാത്തവർക്ക് ടി വി കൊടുക്കുന്നു. ഈ ടി വി ചെയ്യുന്ന ദുരന്തം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കുട്ടി എന്ന് പറയുന്ന ഒരു നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് കുട്ടി. കുട്ടി എന്ന് പറയുന്നത് എന്താണ് യാഥാർത്ഥ്യമെന്നോ എന്താണ് അഭിനയമെന്നോ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് രക്ഷിതാക്കൾ മനസ്സിൽ വെക്കേണ്ട വിഷയമാണ്. ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമാണോ, ഞാൻ കാണുന്നത് അഭിനയമാണോ എന്ന് കുട്ടിക്ക് ഓർത്തു വെക്കാൻ പറ്റില്ല. ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. കുട്ടി ടി വിയിലെ സീരിയലിൽ കണ്ട ഒരു ഭാര്യയും ഭർത്താവും, ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വിശദമാക്കാം. ടി വിയിലെ സീരിയലിൽ കണ്ട ഒരു ഭാര്യയും ഭർത്താവും ദിവസവും ടി വി തുറക്കുമ്പം ആ ഭാര്യയും ഭർത്താവും കൃത്യമായി കുട്ടിയുടെ മുന്നിലേക്ക് വരുന്നു. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പരിപാടി കണ്ടിട്ടാണ് മാതാവും പിതാവും കുട്ടിയും കൂടി ചിരിക്കാറ്. എപ്പോൾ നോക്കിയാലും അയാളുടെ ഭാര്യയായിട്ട് ആ പെണ്ണും ഭർത്താവായിട്ട് ആണും ഉണ്ട്. അവർ ബെഡിലിരിക്കുന്നുണ്ട്, കൊലായിലിരിക്കുന്നുണ്ട്, വഴക്ക് കൂടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ബെഡ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടി കാണുന്നുണ്ട്.
കുട്ടിക്ക് മനസ്സിലാകുമോ ഈ ടി വിയിൽ കണ്ട ഭാര്യയും ഭർത്താവും ഏതോ വീട്ടിൽ പിറന്ന ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയും അഭിനയിക്കാൻ വേണ്ടി മാത്രം ഒരു സെറ്റിട്ട് അത് ഭാര്യയായി അഭിനയിക്കുകയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് ഈ കുട്ടിക്ക് മനസ്സിലാകുമോ? ഇല്ല. കുട്ടി ഇത് കാണുക എന്താ, ശരിക്കുള്ള ഭാര്യയും ഭർത്താവുമാണ് ഈ ടി വിയിൽ കാണുന്നതെന്ന്. ഈ സീരിയൽ കഴിഞ്ഞ് ഒരു 3, 4, 5, 6 മാസം കഴിഞ്ഞ് ഈ കുട്ടി ഈ പെണ്ണിനെ പിന്നെ കാണുന്നത് വേറൊരുത്തൻ്റെ കൂടെ ബെഡ് കിടക്കുന്നതായും വേറൊരുത്തൻ്റെ കൂടെ ഭാര്യയായിട്ട് നിൽക്കുന്നതുമായും വേറൊരു കുട്ടിയുടെ ആ മാതാവായിട്ടൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും കുട്ടി കരുതും ഇത് തന്നെയാണ് ലോകം. കുട്ടിക്ക് റിയാലിറ്റി എന്തെന്നോ ഫാൻറ്റസി എന്തെന്നോ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് കാണുന്ന ടി വി കാണുന്ന എനിക്കും ടി വി കാണുന്ന എന്നെപ്പോലത്തെ നിങ്ങൾക്കും ഇത് അഭിനയമാണെന്നും ഇത് അവൻ്റെ ഭാര്യയല്ല എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. കുഞ്ഞിനറിയില്ല. ഇവിടെ കുഞ്ഞിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഉൾഗ്രാമത്തിലേക്ക് ബസ്സില്ലാത്തൊരു സ്ഥലത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു ജീപ്പിൽ ഒരു 4 വയസ്സുകാരനായ ഒരു കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും കൂടി കയറിയിരുന്നു. ഒരുപാട് ആളുകൾ വന്ന് ജീപ്പിൽ കയറുന്നുണ്ട്. അവരെല്ലാവരും കൂടി തിരക്കിയിട്ടാണ് ആ ജീപ്പിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ആ നാട്ടിലേക്ക് പോവാറും. ഒരു ദിവസം ഉമ്മ ജീപ്പിൽ കയറിയിരുന്ന് 4 വയസ്സുകാരൻ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഈ ജീപ്പിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര പുറപ്പെടാൻ നേരത്ത് ഏതോ ഒരു പുരുഷൻ വന്ന് ഈ ഉമ്മനെ തൊട്ട് ഉരുമിയിരുന്നു. ഇത് അയാളുടെ വരവും ഇരുത്തവും ഒന്നും ഉമ്മക്ക് ഇഷ്ടമായില്ല. ഉമ്മ പറഞ്ഞു അയാളോട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോകണം. ഉമ്മ പറഞ്ഞു കച്ചറക്കൊന്നും ഞാനില്ല, പ്രശ്നത്തിന് ഞാനില്ല, ഞാൻ ഇറങ്ങാം. ഉമ്മയും മോനും ആ ജീപ്പിൽ നിന്ന് താഴെ ഇറങ്ങി. അടുത്ത വണ്ടി വരാൻ 20 മിനിറ്റോ 25 മിനിറ്റോ കാത്തിരിക്കണം. ആ വണ്ടിയിൽ ആളാവുന്നവരെ വീണ്ടും കാത്തിരിക്കണം. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ പറയാത്തതും നിങ്ങൾക്കറിയാം. കുട്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഉമ്മയോട് കുട്ടി ചോദിക്കുന്നു, എന്തിനാണ് നമ്മൾ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങിയത്? ഉമ്മ പറയുന്നു, മോനെ, അന്യപുരുഷൻ്റെ കൂടെ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഭർത്താവിൻ്റെ കൂടെയോ അച്ഛൻ്റെ കൂടെയോ ഉപ്പയുടെ കൂടെയോ നമ്മുടെ സഹോദരന്മാരുടെ കൂടെയോ മക്കളുടെ കൂടെയോ ഒക്കെ മാത്രമേ ഇങ്ങനെ തൊട്ടുരുമി ഇരിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അങ്ങാടിയിൽ നിന്ന് ഉമ്മയുടെ കൈ തൂങ്ങി നിൽക്കുന്ന കുട്ടി പറയുന്നൊരു സംസാരമുണ്ട്. ആര് പറഞ്ഞു ഉമ്മ ഇങ്ങനെയാണ് ജീവിതം എന്ന് ആര് പറഞ്ഞു? ഉമ്മ പറഞ്ഞു അങ്ങനെയാണ് മോനെ. കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, നമ്മൾ അന്ന് കണ്ട ആ ടി വിയിൽ കണ്ട ആ പെണ്ണ് കണ്ടില്ലേ നിങ്ങൾ, അയാളുടെ ഭർത്താവ് ഇന്നയാളായിരുന്നല്ലോ, പിന്നീട് നമ്മൾ കണ്ടത് വേറൊരുത്തൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ എന്ന് കുട്ടി ചോദിച്ചപ്പോൾ ഉമ്മ ആ അങ്ങാടിയിൽ നിന്നു പോയൊരു നിൽപ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം, നമ്മളും നിന്നു പോകും. അതുകൊണ്ട് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പുവരുത്തണം. അവിടെയാണ് ടി വി കുട്ടികൾക്കുണ്ടാക്കുന്ന ഒരു ദുരന്തം എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞ്, രണ്ടാമത് നിയന്ത്രിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞ്. കുട്ടിയുടെ കാഴ്ചയാണത്. ഇനി കാർട്ടൂൺ കാണുന്ന കുട്ടി, നിങ്ങൾ നോക്കി എന്ത് കാർട്ടൂണാണ് കുട്ടി കളിക്കാൻ ഇഷ്ടമുള്ളത്? ഏത് കാർട്ടൂണാണ് കുട്ടി കാണാറുള്ളത്? ഏത് വീഡിയോ ഗെയിമാണ് കുട്ടി കളിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. കുട്ടി കാണുന്ന കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ അതും യാഥാർത്ഥ്യമാണെന്ന് കുട്ടി തെറ്റിദ്ധരിക്കും. കുട്ടി കളിക്കുന്ന വീഡിയോ ഗെയിം, ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യം കാഴ്ച, കേൾവി, മൂന്നാമത്തത് കളിയാണ്. നമ്മൾ കളിച്ച പോലെ കുട്ടി കളിക്കട്ടെ, മുറ്റത്തോടി കളിക്കട്ടെ, പ്രശ്നമില്ല. പക്ഷെ കുട്ടി എന്താ കളിക്കുന്നത്? ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു വരുന്നു, ഹെലികോപ്റ്റർ താഴെ ഇറങ്ങുന്നു, അതിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുന്നു, കയ്യിലൊരു തോക്കുണ്ട്, വെടിവെച്ച് അയാൾ മുന്നോട്ട് പോകുന്നു, വെടി ഏറ്റിട്ട് ആളുകൾ വീഴുന്നു, ചോര ചിതറുന്നു, ചോര ഒഴുകുന്നു, കുട്ടിയുടെ മുഖത്ത് ചിരി പടരുന്നു. കുട്ടി വളരെ മനോഹരമായിട്ട് ഈ വീഡിയോ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്ക്രീനിൻ്റെ വലതുവശത്ത് കുട്ടിക്ക് പോയിൻ്റുകൾ കൂടുന്നു, അവസാനം കുട്ടി വിജയിക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കി, ഈ കുട്ടിയുടെ മനസ്സിലേക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ വയറ്റിലെത്തുന്ന ചോറ് അവൻ്റെ ശരീരം എങ്ങനെ വളർത്തുന്നുവോ അതുപോലെ തന്നെ അവൻ്റെ മനസ്സിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിനെ മലീമസപ്പെടുത്തുന്നത് എന്ന് രക്ഷിതാക്കൾ ഓർക്കണം. അപ്പോൾ ചെറിയ കുട്ടിയെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് കുട്ടിയുടെ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് ഓർക്കാം. അപ്പോൾ രക്ഷിതാക്കൾ ഓർക്കേണ്ടത് എന്താ? എന്തിനാണ് 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർത്തണം എന്ന് നമ്മുടെ ആളുകൾ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ എന്തിനാണ് സൈക്കോളജി പറയുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കണം. അതിനൊരു ചെറിയ യുക്തിയുണ്ട്. 6 വയസ്സാകുമ്പോൾ 5 വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരും എന്നാണ് സൈക്കോളജി പറയുന്നത്. 5 വയസ്സ് വരെ തലച്ചോറിന് വളർച്ചയുണ്ട്. അത് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഒരു വളർച്ച നിൽക്കുന്നു. വളർച്ച, അതിൻ്റെ വികസനം എന്നല്ല ഞാൻ പറയുന്നത്, വളർച്ച നിൽക്കുന്നു.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു സ്കൂൾ ഏജിലേക്ക് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു ഏജിലേക്ക് പോവാം. അപ്പോൾ 6 വയസ്സിൽ എന്തിനാണ് കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തുന്നത്? ഗവൺമെൻറ് പറയുന്നു 6 വയസ്സിൽ ചേർത്തണം, മനഃശാസ്ത്രജ്ഞർ പറയുന്നു 6 വയസ്സാകുമ്പോൾ ചേർത്തിയാൽ മതി. 6 വയസ്സിനൊരു പ്രത്യേകതയുണ്ട്. 5 വയസ്സ് വരെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞിന് ബുദ്ധി വളരും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വികസനം വീണ്ടും ഉണ്ടാവും. അവൻ്റെ വളർച്ച ഈ 5 വയസ്സിൽ നിൽക്കും. 6 വയസ്സാകുമ്പോഴേക്ക് കുഞ്ഞ് വളരെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങും. എപ്പോഴും രക്ഷിതാക്കൾ ഓർക്കണം, ഈ കുഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഈ ഒരു സമയമാണ്. 5 വയസ്സ് 6 വയസ്സാകുമ്പോഴേക്ക് എന്തിനും കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയ കുട്ടി കാണുക. പച്ചക്കറി എന്ന് പറഞ്ഞാൽ എന്താ, തക്കാളി എങ്ങനെ പച്ചക്കറിയാകും എന്ന് കുട്ടി ചോദിക്കും. തക്കാളി ചുവന്നിട്ടാണ്. അപ്പം അവിടെയൊക്കെ നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ചില അവസരങ്ങളുണ്ടാവും. ഇത് കുട്ടിയുടെ യുക്തി വളരുന്നതിൻ്റെ ലക്ഷണമാണ്. എല്ലാം കുട്ടി ചോദ്യങ്ങളിലൂടെ നോക്കാൻ ശ്രമിക്കും. ഈ സമയത്തും രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ ഒരു പ്രായത്തിനനുസരിച്ച് ഈ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് കുട്ടി ശ്രമിക്കുക. ചിലപ്പോൾ അവൻ ഒന്ന് രക്ഷിതാക്കളോട് ചോദിക്കും, ഞാൻ എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കും. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കല്യാണ ആൽബം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 4 വയസ്സുകാരൻ്റെ ചോദ്യം ഞാൻ എവിടെയെന്നാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കളും ചിന്തിക്കേണ്ടത്. അവൻ അന്ന് എവിടെയായിരുന്നു? അവിടെയാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടതും പടച്ചോനെ അറിയേണ്ടതും ഒക്കെ, ഒരു സൃഷ്ടാവുണ്ടെന്ന് അറിയേണ്ടത്. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞുണ്ടായത്. ഞാൻ എൻ്റെ ഭാര്യയെ അല്ല കല്യാണം കഴിച്ചത് എങ്കിൽ ഏത് കുഞ്ഞായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊരു ചിന്ത തീർച്ചയായും നിങ്ങളെ ദൈവത്തിലേക്ക് എത്തിക്കും. ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രായം, കുഞ്ഞിന് സംശയങ്ങൾ തീരാത്ത ഒരു പ്രായം, ഇവിടെയാണ് 6ാമത്തെ വയസ്സ് തുടങ്ങുക. ഈ സമയത്താണ് കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തേണ്ടത്. ഞാൻ അവിടെ ഒരു അർദ്ധവിരാമം ഇട്ടിട്ട് അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കണം, ഒരു കുട്ടിക്ക് 10 വയസ്സാകുമ്പോഴേക്ക് ഈ കുഞ്ഞിൻ്റെ ബുദ്ധി വളരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വം 50% വളരും. നമുക്കത് വലിയൊരു ഒരു കാര്യമായിട്ട് രക്ഷിതാക്കൾ ഓർത്ത് വെക്കണം. 10 വയസ്സാകുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ വ്യക്തിത്വം 50% വളരും അത്രേ. ഇനി അവന് ഒരുപാട് കാലം ജീവിക്കാനുണ്ട്. അപ്പോൾ 11 വയസ്സുള്ളൊരു കുട്ടി ഉമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ കുട്ടിയെ സംബന്ധിച്ച് 10 വയസ്സ് വരെ ഉമ്മ വളർത്തിയിടത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഞാനൊരു ചെറിയ കാര്യം രക്ഷിതാക്കളോട് ചോദിക്കട്ടെ. ഗർഭപാത്രത്തിലേക്ക് ഈ കുഞ്ഞ് വരുമ്പോൾ, ഇങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത് ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് നിങ്ങൾ പ്രസവിച്ച് ഭൂമിയിലെത്തിയപ്പോൾ നിങ്ങൾക്ക് പടച്ച റബ്ബ് ഒരു വൃത്തികെട്ടവനെ തന്നോ? ഇല്ല. എല്ലാ കഴിവുകളുമുള്ള, എല്ലാ നന്മയുമുള്ള മനുഷ്യൻ എന്ന ദൈവത്തിൻ്റെ ഏറ്റവും സുപ്രീമായ ഒരു സാധനത്തെ നിങ്ങളുടെ കയ്യിൽ തന്നു. ഈ കുഞ്ഞ് ജനിച്ചപ്പം വളരെ നിഷ്കളങ്കനാണ്. ആരാണ് ഈ കുട്ടി എങ്ങനെ ആക്കിയത് എന്നൊരു ചോദ്യം ബാക്കി വെക്കൂലേ? അത് ബാക്കി നിൽക്കൂലേ? നിങ്ങൾ ആലോചിക്കുക. അവിടെയാണ് രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു, 10 വയസ്സാകുമ്പോഴേക്ക് അവൻ്റെ ബുദ്ധി, അവൻ്റെ വ്യക്തിത്വം 50% വികസിക്കും. അവിടെ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ചിലത് നമ്മൾ കൊടുക്കണം. അതിൽ പെട്ടതാണ് സ്കൂൾ. അതാണ് ഞാൻ അവിടെ ഒരു അർദ്ധവിരാമം ഇട്ടു എന്ന് പറഞ്ഞത്. ഈ 10 വയസ്സിനിടയ്ക്ക് കുട്ടിക്ക് കിട്ടേണ്ടതാണ് സ്കൂള്. അതിൻ്റെ കൂടെ കുട്ടിക്ക് എന്ത് കിട്ടണം? ഈ കുട്ടി ദൈവത്തെയും അറിയണം, മതവും കിട്ടണം, ഭൗതികതയും കിട്ടണം. കുട്ടി ശാസ്ത്രവും പഠിക്കണം, ദൈവത്തെയും അറിയണം. കുട്ടി കണക്ക് പഠിക്കണം, ഇസ്ലാമിൻ്റെ പാഠങ്ങളും പഠിക്കണം. കുട്ടി EVS പഠിക്കട്ടെ, അതിൻ്റെ കൂടെ തന്നെ നബിചര്യ പഠിക്കട്ടെ. കുട്ടി ABCD പഠിക്കട്ടെ, റൈംസ് പഠിക്കട്ടെ, പ്രാർത്ഥനകൾ പഠിക്കട്ടെ. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ്, ഈ 2 ഭാഗവും സമന്വയിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമാവും. അങ്ങനെ നോക്കുമ്പോൾ മദ്രസയും കൊടുക്കണം, സ്കൂളും കൊടുക്കണം, മതവും കൊടുക്കണം, ഭൗതികവും കൊടുക്കണം. അപ്പോൾ കുഞ്ഞ് വളരെ സമഗ്രമായി വളരും. കുഞ്ഞിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഉത്തരം കിട്ടും. ആരാണ് ദൈവം എന്ന ചോദ്യം ഏതൊരു കുട്ടിയും 6 വയസ്സാകുമ്പോഴേക്ക് ചോദിച്ചിരിക്കും. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നറിയണം. അപ്പോൾ സ്കൂളിൽ മാത്രം പോയാൽ മതിയോ? അതിൻ്റെ കൂടെ കുട്ടിയെ അയക്കേണ്ടത് മദ്രസയിലേക്കും മറ്റുമാണ്. അപ്പോൾ 10 വയസ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സ്കൂളിൽ പഠിക്കാനാകുമ്പോഴേക്ക് കുട്ടിക്ക് കുട്ടിയുടേതായ ഒരു യുക്തി ഉണ്ടാകും. ആ യുക്തി വെച്ചിട്ട് അവൻ ചിന്തിക്കും. സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് സ്കീമ എന്നാണ് സൈക്കോളജിസ്റ്റുകൾ, പിയാഷയെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ അതിന് സ്കീമ എന്ന് പറയുന്നു. സ്കീമ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഒരു കുഞ്ഞു കഷ്ണമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ
ഒക്കെ തലച്ചോറിലെ അറിവിൻ്റെ കുഞ്ഞു കഷ്ണം ഉണ്ടാവും. അതിലേക്ക് കൂട്ടിച്ചേർത്തും കൂട്ടിക്കിഴിച്ചും ഒഴിവാക്കിയിട്ടും വേറെ ചേർത്തും അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലാണ് അറിവ് കുട്ടിയുടെ മനസ്സിലേക്ക് കയറുന്നത് എന്ന് ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ഞാൻ അതിലേക്കും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ ഓർക്ക്, ഈ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കുഞ്ഞിൻ്റെ വ്യക്തിത്വമായിട്ട് രൂപാന്തരപ്പെടുക എന്ന് രക്ഷിതാക്കൾ അറിയണം. അപ്പോൾ നമ്മൾ എന്താ കുട്ടിക്ക് കൊടുക്കേണ്ടത്? സ്കൂൾ കൊടുക്കുന്നു, കുട്ടിക്ക് സ്വന്തമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും. കുഞ്ഞിൻ്റെ ഇഷ്ടം എന്താ, എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ, കുഞ്ഞ് ആരാവും, അവൻ്റെ കഴിവെന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയെ രക്ഷിതാവ് വിലയിരുത്തേണ്ടത്. അല്ലാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനോ പഠിച്ചില്ല, ഇനി നിന്നെ ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിപ്പിക്കാത്തത് പഠിപ്പിക്കാനുള്ള ഒരാളായിട്ട് കുഞ്ഞിനെ കാണരുത്. ഏത് എബിലിറ്റി കുഞ്ഞിനുണ്ട് എന്നറിയേണ്ട ഒരു ഉത്തരവാദിത്ത രക്ഷിതാവിനുണ്ട്. ചില കുട്ടികൾ കണക്കിൽ മിടുക്കരായിരിക്കും, ചില കുട്ടികൾ ലാംഗ്വേജിൽ മിടുക്കരായിരിക്കും, ചില കുട്ടികൾ ഓടാനും ചാടാനും മിടുക്കരായിരിക്കും, ചില കുട്ടികൾ പ്രാസംഗികരായിരിക്കും. നിങ്ങൾ ലോകത്തുള്ള ആളുകൾ എടുത്ത് നോക്ക്, പലർക്കും പല കഴിവുകൾ ദൈവം തമ്പുരാൻ നൽകിയിരിക്കും. ഈ കഴിവിനെ കണ്ടെത്തലാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യം. ഇത് കണ്ടെത്തുന്നതോടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ കുഞ്ഞിനെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പറ്റും. തീർച്ചയായും കൃഷി ഇഷ്ടമുള്ള, അതിന് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന സൈക്കോളജി പറയും, കൃഷിയും വളർത്തുമൃഗങ്ങളും പച്ചപ്പും യാത്രയും ഇതൊക്കെ ഇഷ്ടമുള്ളൊരു കുഞ്ഞിനെ നമ്മൾ കമ്പ്യൂട്ടർ പഠിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ, അവൻ എന്ത് കൊടുക്കണം, അവനെ ആരാക്കണം, ആ മേഖലയിൽ മാത്രമേ അവന് മുന്നേറാൻ പറ്റൂ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയണം. കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങൾ അറിയണം, ഇഷ്ടക്കേട് അറിയണം, കുഞ്ഞിൻ്റെ കഴിവുകൾ അറിയണം. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു അവസരത്തിൽ രക്ഷിതാക്കൾക്ക് ചെയ്യാനുള്ളത്. കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇത്രയും കാലം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന കുട്ടി നമുക്ക് ഉപകാരപ്പെടാൻ തുടങ്ങുന്ന പ്രായമാണ് ശരിക്കും പറഞ്ഞാൽ കൗമാരം. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് സാങ്കേതികമായി കൗമാരം എന്ന് പറയാം. 13, 19 നിങ്ങൾ അതിനൊന്ന് ഒരു വളരെ ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് വിലയിരുത്തി തരാം. 13 വയസ്സാകുമ്പോൾ 12 വയസ്സാകുമ്പോൾ കുട്ടി ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കയറും. ആ പാലത്തിലൂടെ കുട്ടി നടക്കും. 19 വയസ്സ് കഴിഞ്ഞാൽ ആ പാലത്തിൽ നിന്ന് കുട്ടി ഇറങ്ങും. 13 വയസ്സാകുമ്പോൾ കുട്ടി കയറുന്ന ഈ പാലമാണ് കൗമാരം എന്ന പാലം. തുടങ്ങുമ്പോൾ കുട്ടി ബാല്യത്തിലായിരിക്കും. ബാല്യത്തിൽ നിന്ന് തുടങ്ങി 13, 14, 15 കുട്ടി ഇങ്ങനെ പോയി 19, 20ലേക്ക് പോകും. 13 to 19 ടീനേജ് എന്നാണ് ഈ പ്രായത്തെ പറയാം. ദ മോസ്റ്റ് ഡ്രെഡഡ് ഏജ് ഇൻ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ എന്ന് സൈക്കോളജി പറയുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം നിറഞ്ഞ ഘട്ടം. ഈ സമയമാണ് രക്ഷിതാവ് ഒരു കുഞ്ഞിൻ്റെ കൂടെ നിൽക്കേണ്ടത്. പക്ഷെ നമ്മുടെ വീടുകളിലെ അവസ്ഥ ഈ സമയത്താണ് കുഞ്ഞും രക്ഷിതാവും തമ്മിൽ തെറ്റുക എന്നതാണ് പ്രശ്നം. ഇത് കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കും. രക്ഷിതാക്കൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു 12 വയസ്സാകുന്നതോടെ പെൺകുട്ടിയും ആൺകുട്ടിയും മാറാൻ തുടങ്ങും. ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്ന് സൈക്കോളജി പറയുന്നു. ട്രാൻസിഷൻ മീൻസ് മാറ്റം, ചേഞ്ച്, പരിവർത്തനത്തിൻ്റെ കാലഘട്ടം. 13 വയസ്സിൽ അവൻ മാറാൻ തുടങ്ങും. 12 വയസ്സാകുമ്പോഴേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പെൺകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടി 12, 13, 14, 15, 16 വയസ്സിൽ പ്രശ്നക്കാരിയായി മാറും. ആൺകുട്ടി അല്പം കൂടി കഴിയും. ഒരു 16 വയസ്സിൽ പ്രശ്നം തുടങ്ങി ഒരു 22 വയസ്സ് വരെ അവൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. കൗൺസിലിങ്ങിന് പല രൂപത്തിൽ ആളുകൾ വരും. മുടി വെട്ടുന്നില്ല എന്നതായിരിക്കും ചില പാരൻസിൻ്റെ കംപ്ലൈൻറ്റ്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്ന് പാരൻറ്റ് പറയും, സാറേ ഒന്നും ചെയ്യേണ്ട, അവൻ്റെ മുടി ഒന്ന് വെട്ടിച്ചെന്നാൽ മതി. അപ്പോൾ ഈ കുട്ടി എന്താ ഇവൻ ഇങ്ങനെ മുടി വളർത്തിയത്, എന്താ ഈ കുട്ടി ഇങ്ങനെ? ചില പാരൻസ് വന്ന് പറയും, അവൾ എങ്ങനെ പറഞ്ഞിട്ടും ഡ്രസ്സ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഇടുന്നില്ല. ചില ആളുകൾ എന്ന് പറയും വെറുതെ ദേഷ്യം പിടിക്കുന്നു, ഈ കുട്ടി എന്താ ഇങ്ങനെ, ക്ഷമയില്ല, വെറുതെ പ്രശ്നമുണ്ടാക്കുന്നു, വീട്ടിലെപ്പോഴും ബഹളം ഉണ്ടാക്കുന്നു, ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു, എന്നെ തീരെ ഇഷ്ടമല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പാരൻസ് കുറ്റം പറയും. ചില ആളുകൾ വന്ന് കരയും, ഈ കുട്ടി എത്ര നല്ല കുട്ടിയായിരുന്നു, ഇപ്പം എന്താ ഈ കുട്ടിക്ക് പറ്റിയേ? ഇതുണ്ടാവും. എന്താ പറ്റുന്നത് ഈ പ്രായത്തിൽ? എല്ലാ രക്ഷിതാക്കളും മനസ്സിലാവണം. ഞാൻ ഈ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ ഒരു ഫാമിലിയുടെ അടുത്ത് പോയി, എന്നെ അവിടേക്ക് കൊണ്ടുപോയതാണ്. അവിടെ പോയി നോക്കിയപ്പോൾ ആ ഫാമിലിയിൽ 3 പെൺകുട്ടികളും ഒരു ഉപ്പയും ഉമ്മയുമാണ് ആ ഫാമിലിയിലുള്ളത്. 3 പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടിക്ക് 13 വയസ്സായിട്ടുണ്ട്, രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഒരു 9 വയസ്സായിട്ടുണ്ട്, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടി ഒരു 5 വയസ്സോ 6 വയസ്സുള്ളൊരു കുട്ടി.
ഈ വീട് വളരെ മനോഹരമായിരുന്നു, എന്ത് രസമായിരുന്നു അവിടെ, കൊഞ്ചലും തുള്ളലും ചാടലും, ഉപ്പയും ഉമ്മയും ചേർന്ന് വളരെ സന്തുഷ്ടമായ സാമ്പത്തികമായൊക്കെ നല്ല രീതിയിലുള്ളൊരു കുടുംബം. പക്ഷേ ഈ പെൺകുട്ടി 13 വയസ്സായതോടുകൂടി ഉമ്മയും പെൺകുട്ടിയും തമ്മിൽ തെറ്റാൻ തുടങ്ങി. എന്നും വീട്ടിൽ പ്രശ്നം, എപ്പോഴും അടിയും പിടിയും, ദിവസവും അടി വാങ്ങാതെ ഈ പെൺകുട്ടി ഉറങ്ങില്ല എന്ന അവസ്ഥ. ഈ പെൺകുട്ടി അടിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് ഭയങ്കര വിഷമം, ഉമ്മക്ക് അറിയുന്നു ഞാൻ ഇന്നും അവളെ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്താ ഇവിടെ പ്രശ്നം? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളുടെ പ്രായത്തിൽ ഒരു മാറ്റമുണ്ടാകുന്ന സമയമാണ് കൗമാരം എന്നറിയണം. ഒരു 6ാം ക്ലാസ് വരെ നമ്മൾ എടുത്തു കൊടുക്കുന്ന വസ്ത്രം വളരെ തൃപ്തിയോട് കൂടി ധരിച്ചിരുന്ന കുട്ടി 8ലെത്തുമ്പോൾ ഉമ്മയോടും ഉപ്പയോടും പറയും, എനിക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തോളാം, നിങ്ങളെടുക്കണ്ട. ഉമ്മയോടും ഉപ്പയോടും പറയൂ, എൻ്റെ കാര്യം നിങ്ങൾ തീരുമാനിക്കണ്ട. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടിയാണെങ്കിൽ കൃത്യമായിട്ട് പറയൂ, ജസ്റ്റ് ഡോണ്ട് ഇൻ്റർഫിയർ. ഇവിടെ നമ്മൾ ആകെ അന്തം വിട്ട് നിൽക്കും. എന്താ കുട്ടിക്ക് പറ്റി? അവിടെ നമ്മൾ ആലോചിക്കണം, ഈ കുട്ടിക്ക് പറ്റിയത് ഈ കുട്ടിയുടെ പ്രായത്തിലൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ആ മാറ്റത്തിനനുസരിച്ച് മാറാൻ രക്ഷിതാക്കൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് കൗമാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മനോഹരമായ അവൻ്റെ യൗവനാവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പാലം കിടക്കുമ്പോൾ കുട്ടി സുന്ദരമായി നമ്മളൊക്കെ വിചാരിക്കുന്ന രൂപത്തിൽ വീടിനും നാടിനും ഉപകാരപ്പെടുന്നൊരു കുട്ടിയായി മാറണമെങ്കിൽ ഈ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെ സുന്ദരമായി സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും എല്ലാ വേണ്ടാത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുക എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല. രക്ഷിതാക്കൾ അറിയുക, ഇവൻ്റെ 3 തരത്തിൽ ഇവൻ്റെ മാറ്റം ഉണ്ടാവും. ഒന്ന്, അവൻ്റെ ശരീരം മാറും. അവൻ്റെ എന്ന് ഞാൻ പറഞ്ഞത് അവൻ്റെ ആൺകുട്ടിയുടെ മാത്രമല്ല, പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും കൗമാരക്കാരുടെ ശരീരം മാറും. 13 വയസ്സാകുന്നതോടെ നമുക്ക് ആ മാറ്റം ഇങ്ങനെ കാണാൻ പറ്റും. രണ്ടാമത് അവൻ്റെ മനസ്സ് മാറും. മൂന്നാമത് വികാരം മാറും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ മാറുന്നത്? അവൻ്റെ ശരീരം മാറുന്നു, അവൻ്റെ മനസ്സ് മാറുന്നു, വികാരം മാറുന്നു. ഈ മാറ്റമാണ് ഉമ്മയും ഉപ്പയുമായിട്ട് അവന് പ്രശ്നമുണ്ടാക്കിയത്. അവിടെയാണ് നമ്മളിതിനെ വിലയിരുത്തുക. പക്ഷേ നമ്മുടെ മുഴുവൻ ഉമ്മമാരും പ്രധാനമായും മനസ്സിലാക്കുക, കുഞ്ഞിൻ്റെ പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് അവളുടെ ശരീരത്തിൻ്റെ മാറ്റത്തെ മാത്രം ഈ അമ്മ നോക്കിക്കാണും. ഇത് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി, ഒരു 13 വയസ്സുള്ള ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി സാധാരണ രീതിയിൽ ചെറുപ്പത്തിൽ വളർന്ന പോലെ അല്ല ഉണ്ടാവുക. അവളുടെ വളർച്ച, ശരീരം ഒത്തിരി വളർന്നു തോന്നിയാൽ അവൾ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയാവട്ടെ ഉമ്മയാവട്ടെ പറയും, ഷോൾ ഇടാതെ പുറത്തേക്ക് പോകരുത് എന്ന് പറയും. അപ്പോൾ കുട്ടി ചോദിക്കും, എന്തിനാ ഷോള്? ഇത്രയും കാലം ഞാൻ ഷോൾ ഇട്ടില്ലല്ലോ. ഞാൻ നേരത്തെ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു. 13 വയസ്സുള്ള കുട്ടിയും 8 വയസ്സുള്ള കുട്ടിയും 5 വയസ്സുള്ള കുട്ടിയും ജീവിക്കുന്ന ഒരു വീട്ടിൽ ഇത് 3 പെൺകുട്ടികളാണെന്ന് മാതാപിതാക്കൾ കരുതുക. ഈ വീട്ടിൽ നിങ്ങളറിയാം, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ചെല്ലുമ്പോൾ ചെറിയ കുട്ടി ഉമ്മയോട് പറയുക, എനിക്ക് ജീൻസ് മതി, ടീഷർട്ട് മതി എന്നാണ്. 5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു ജീൻസും ടീഷർട്ടും എടുത്തു കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. അത് ഉമ്മയാവട്ടെ അമ്മയാവട്ടെ എടുത്തു കൊടുക്കും. ഈ കുട്ടി ഈ ഡ്രസ്സ് എടുത്ത് കഴിയുമ്പോൾ 8 വയസ്സുള്ള കുട്ടി പറയും, എനിക്കും ഈ ജീൻസ് മതി, ഈ ടീഷർട്ട് മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പ് മതി. പാരൻസ് പറയും, ഓക്കെ കുഴപ്പമില്ല, മോളും അതെടുത്തോ. ഈ 2 പേർക്കും ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് ഈ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും തിരിയുക ഈ മൂത്ത കുട്ടിയിലേക്കാണ്. നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളും പറയും, എനിക്ക് ജീൻസ് മതി, ടീഷർട്ട് മതി. അവളുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, അവളുടെ മാറിടം വളർന്നിട്ടുണ്ടാകും, അവളുടെ അരക്കെട്ട് വളർന്നിട്ടുണ്ടാകും. നമ്മുടെ കുട്ടി ഒരു പെൺകുട്ടിയുടെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടാകും. ഈ മാറ്റം ഉമ്മ പെട്ടെന്ന് കാണും, ഉപ്പയും കാണും. ഉടനെ ഉപ്പയും പറയും, മോക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അവിടെ ഈ കുട്ടി ഉമ്മയും ഉപ്പയോട് തെറ്റും. ഈ ഉമ്മക്ക് എന്ത് പറ്റി, ഉപ്പക്ക് എന്ത് പറ്റി? ഇത്രയും കാലം ഇവർക്ക് നല്ല സ്നേഹമായിരുന്നു, ഇപ്പം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന പോലെ എനിക്കെന്താ തരാത്തേ? ഈ കുട്ടിയുടെ മനസ്സിൽ ഈ ചിന്ത വളരും. ഇത് അവസാനം എത്തിപ്പെടുക എവിടെയാണ്? എൻ്റെ ഉപ്പക്കും ഉമ്മക്കും രക്ഷിതാക്കൾക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ അനിയനെയും അനിയത്തിയെയും മാത്രമാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മറ്റുള്ള ആളുകളെയാണ് ഇഷ്ടം, എന്നോട് താല്പര്യമില്ല. അതോടുകൂടി കുട്ടി വീണ്ടും പ്രശ്നക്കാരിയായി മാറും. കുട്ടി പ്രശ്നക്കാരാവുന്നതോടെ ഉമ്മയും പ്രശ്നക്കാരിയാവും. എന്നും കുട്ടിക്ക് ചീത്ത പറയും, എപ്പോഴും കുട്ടിയെ കുറ്റപ്പെടുത്തും. ഈ കുട്ടി സ്വാഭാവികമായും ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അകലാൻ തുടങ്ങും. പെൺകുട്ടിയാവട്ടെ, അവൾ അങ്ങാടിയിൽ വായി നോക്കി നിൽക്കുന്ന ഏതോ വായ്നോട്ടക്കാരൻ്റെ പ്രേമത്തിൻ്റെ വലയിൽ അകപ്പെടും.
ആൺകുട്ടി ആണെങ്കിൽ അവന് തീർച്ചയായും അവൻ്റെ പിയർ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ സമപ്രായക്കാരുടെ കളി സംഘത്തിലേക്ക് അവൻ മാറ്റപ്പെടും. അങ്ങനെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവൻ്റെ ബാപ്പയും ഉമ്മയും അല്ല, പിന്നെ അവൻ്റെ കൂട്ടുകാരാവും. കൂട്ടുകാർ ചെയ്യുന്ന ഏത് വൃത്തികേടുകളെയും ഈ കുട്ടി അപ്പടി മനസ്സിലേക്കെടുക്കും, അത് വലിയ കാര്യമാക്കി മാറ്റും. അവരുടെ ഇടയിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി അവൻ കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും, വേണ്ടാത്ത വീഡിയോകൾ കാണും, അവരുടെ ഹെയർ സ്റ്റൈലിലേക്ക് അവൻ മാറും. ഇതോടുകൂടി നമ്മുടെ കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് രക്ഷിതാക്കൾ അറിയണം. ഇവിടെ ആർക്കാ നഷ്ടം? 10 മാസം ചുമന്ന് ഗർഭം ധരിച്ച് ചുമന്ന് പെറ്റ് പോറ്റി വളർത്തി ഈ കുട്ടി നമുക്ക് താങ്ങാവും തണലാകും, വയസ്സാം കാലത്ത് നമ്മളെ നോക്കും എന്ന് കരുതിയിരിക്കുന്ന ഒരു പ്രായത്തിൽ നമ്മുടെ ആൺകുട്ടി ആ ഒരു സംഘത്തിൽ പെട്ടുപോയി, ഒരു പിയർ ഗ്രൂപ്പിൽ ഡീവിയൻ്റ് പിയർ ഗ്രൂപ്പിലേക്ക് പെട്ടുപോയി അവരുടെ കൂടെ കളിയും അവരുടെ കൂടെ കള്ളുകുടിയും അവരുടെ കൂടെ ബീഡി വലിയും അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സിനിമയും സംഗീതവും ഒക്കെ ആയിട്ട് കുട്ടി നടക്കുമ്പോൾ ആർക്കാ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതെന്ന് ഓർക്കണം. പെൺകുട്ടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായും അവൾ ആ സ്നേഹം പുറത്തുനിന്ന് വാങ്ങാൻ ശ്രമിക്കും. അത് അവളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന വലിയ കെണിയിൽ ഈ കുട്ടിയെ കൊണ്ടുചെന്നെത്തിക്കും. ഇവിടെ ആരാ കുറ്റക്കാർ? നമുക്ക് കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? അത് കുട്ടിയല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കുട്ടിയുടെ ശരീരത്തിൻ്റെ മാറ്റം, മനസ്സിൻ്റെ മാറ്റം, ഈ കുട്ടിയുടെ വികാരത്തിൻ്റെ മാറ്റം അവളുടെ രക്ഷിതാക്കൾ കണ്ടില്ല. എന്തുമാത്രം കണ്ടു? ശരീരം മാറിയത് മാത്രം കണ്ടു. ആൺകുട്ടിയുടെ ശരീരം മാറിയത് കണ്ടു. ഞാനൊന്ന് അതിനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ രക്ഷിതാക്കൾ ഓർക്കണം, നമ്മുടെ കുട്ടി ശരീരം കൊണ്ട് യുവാവും മനസ്സുകൊണ്ട് കുട്ടിയുമായിരിക്കും. അതാണ് കൗമാരം. പെൺകുട്ടിയാണെങ്കിൽ ശരീരം കൊണ്ട് ഒത്ത പെണ്ണായിരിക്കും, മനസ്സുകൊണ്ട് കുട്ടിയായിരിക്കും. സ്വാഭാവികമായും ഒരു ഉമ്മയുടെ മനസ്സിൽ ആദിയാകും, എൻ്റെ മോളുടെ ശരീരം ഒരു പെണ്ണിൻ്റെ ശരീരമാണ്, മനസ്സാണെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സുമാണ്. ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടു പോകുമോ ആ കുട്ടി? ആരെങ്കിലും കുട്ടിയെ പ്രലോഭിപ്പിക്കുമോ? എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് അവൾ പോവുമോ എന്ന ഒരു സംശയ ദൃഷ്ടിയോട് കൂടി കുഞ്ഞിനെ കാണുമ്പോൾ ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാണ് കുട്ടിക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ നമ്മൾ ആലോചിക്കണം, വളരെ സ്വാഭാവികമായ ചില പ്രതികരണങ്ങളാണ്. ഇതിന് പരിഹാരം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി രക്ഷിതാവിൽ നിന്ന് അകന്നു പോകുന്ന കുട്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സംഘം ചേർന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കുട്ടി, പ്രേമത്തിൽ പെട്ടുപോയൊരു കുട്ടി, ഈ കുട്ടിയെ എങ്ങനെ രക്ഷിക്കാം? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നത്, രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരുടെ സ്ഥാനത്തേക്ക് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ മാറ്റപ്പെടണം. അപ്പോൾ കൗമാരത്തിൽ കുട്ടി എത്തുമ്പോൾ രക്ഷിതാവ് ആരാണ് ആവേണ്ടത്? വളരെ എളുപ്പമാണ്, കുട്ടിയുടെ സുഹൃത്താവണം. അപ്പോൾ രക്ഷിതാവിൻ്റെ സ്ഥാനം പോയി ആ രക്ഷിതാവ് സുഹൃത്തായി മാറി. ഒരു 12 വയസ്സുകാരി പെൺകുട്ടി, ഒരു 14 വയസ്സുകാരി പെൺകുട്ടി, ഒരു 10ലും +1നും +2നും പഠിക്കുന്ന ഒരു പെൺകുട്ടി എല്ലാവരോടും പറയണം, എൻ്റെ ഉമ്മയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന്. നമ്മുടെ കുട്ടി പറയാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു 14കാരൻ ചെക്കൻ അവൻ്റെ ബാപ്പയെ ചേർത്ത് നിർത്തി പറയണം, എൻ്റെ ബാപ്പയാണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന്. എത്ര കുട്ടികൾ പറയാറുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് ഈ കൗമാരക്കാരെ ഡീല് ചെയ്യുന്നിടത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റുക. മക്കളെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് മോചനമുണ്ട്. അവിടെയും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ 3 കാര്യമാണ് ഓർക്കേണ്ടത്. അത് ഒന്ന് മനസ്സിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളെ ഏറെക്കുറെ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ 3 കാര്യങ്ങളൊന്നും എണ്ണി പറയാം. 1, കുറ്റപ്പെടുത്തരുത്. ഞാൻ കൗമാരക്കാരുടെ കാര്യമാണ് പറയുന്നത്, ബന്ധങ്ങൾ നിലനിൽക്കേണ്ട കാര്യമാണ് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഒന്നാമത് അവനെ കുറ്റപ്പെടുത്താതിരിക്കുക. പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ രക്ഷിതാക്കൾ കുറ്റപ്പെടുത്താതിരിക്കണം. 1ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2, ഒറ്റപ്പെടുത്തരുത്. 3, താരതമ്യപ്പെടുത്തരുത്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത് ഞാൻ എന്താ പറഞ്ഞ്, അവനെ കുറ്റപ്പെടുത്തരുത്. രക്ഷിതാക്കൾ എന്താ ചെയ്യുക? കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അടുക്കളയിൽ കയറി ഉമ്മയെ സഹായിക്കുന്നില്ല എന്ന് മിക്ക രക്ഷിതാക്കളും ഈ പരാതി പറയുന്നൊരു സാധനമാണ്. ഉമ്മയെ കുട്ടി സഹായിക്കുന്നില്ല. എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? കാരണം എന്താണെന്നറിയോ? കുട്ടി എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറിയാൽ നമ്മുടെ ഉപ്പ കൊണ്ടുവന്ന 250 ഗ്രാം പയറ്
കുട്ടി അരിഞ്ഞു എന്ന് നിങ്ങൾ കരുതുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ ചോദ്യം നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലേക്ക് കയറ്റി നോക്ക്. ഈ കുട്ടി 250 ഗ്രാം പയറരിഞ്ഞാൽ അവൾ അരിഞ്ഞ പയറിൽ നിന്ന് നീളം കൂടിയ ഒരു കഷ്ണം എടുത്തിട്ട് ഉമ്മ പറയും, എന്താടി ഇത്, ഇത്ര നീളത്തിലാണോ പയറരിയ എന്ന് ചോദിക്കും. ഇത് കുറ്റപ്പെടുത്തലാണ്, ഇവിടെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ കുറ്റപ്പെടുത്തൽ ഒരിക്കലും കുട്ടിയുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയില്ല. കുട്ടി തീർച്ചയായും രക്ഷിതാക്കളിൽ നിന്ന് കുട്ടി വിട്ടുപോകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം കുറ്റപ്പെടുത്തലാണ്. കുറ്റപ്പെടുത്തിയിട്ട് ഒരാളെയും നന്നാക്കാൻ കഴിയില്ല എന്ന് രക്ഷിതാക്കൾ ഓർക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു, അത് കുറ്റപ്പെടുത്തലാണ്. അപ്പോൾ ഇതെന്താ വേണ്ടത്? ബോധ്യപ്പെടുത്തലാണ്. ഞാൻ അതിലെ ചെറിയ രീതിയിലൊന്ന് നേരത്തെ ഞാൻ ഈ കൗമാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്താം. ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഒരു പെൺകുട്ടിയാണെന്ന് നിങ്ങൾ കരുതുക. അവളുടെ ശരീരത്തിൻ്റെ വളർച്ച ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയിലേക്ക് മാറാൻ തുടങ്ങി. ഉടനെ അവളോട് അമ്മ പറയാണ്, മോളെ ഷോൾ ഇടാതെ മറയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയാണ്. സ്വാഭാവികമായിട്ട് കുട്ടിയുടെ മനസ്സിലുണ്ടാവും, എന്താണ് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയണത് അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ആലോചിച്ച് നോക്കും. ഒരു കുഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ ആദ്യം അറിയുക ഉമ്മയാണ്. ആ സമയത്ത് ഉമ്മ എന്താ വേണ്ടതെന്ന് അറിയാം, ഈ കുട്ടീനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, മോളെ നീ വലിയ കുട്ടിയായി, ഇനി മോളുടെ ശരീരത്തിലെ പല അവയവങ്ങളും വളർന്നു, നിൻ്റെ ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്, ആ ഗർഭപാത്രത്തിൻ്റെ വളർച്ചയാണ് മോളിപ്പോൾ കണ്ടത്. അതോടൊപ്പം നീ ഒരു ഗർഭപാത്രമുണ്ടതുകൊണ്ട് നീ ഉമ്മയാകും, നീ പ്രസവിക്കുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകും. ഈ കുഞ്ഞ് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നീ കുഞ്ഞിന് നിനക്ക് പാല് കൊടുക്കണം, പാല് കൊടുക്കാൻ നിനക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് മോളിപ്പോൾ വലിയൊരു പെൺകുട്ടിയായി മാറുകയാണ്. ഇനി മോള് നടക്കുമ്പോൾ ഉമ്മ നടക്കുന്ന പോലെ, അമ്മ നടക്കുന്ന പോലെ മാറൊക്കെ മറച്ചേ നടക്കാവൂ. ആൾക്കാർ മോളെ ശ്രദ്ധിക്കും, ഇങ്ങനെ കാര്യങ്ങൾ മോള് ചെയ്യണം, ഇത്തിരി അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കണം, മോള് ശ്രദ്ധ വേണം ജീവിതത്തിൽ. ഇതൊക്കെ പെൺകുട്ടിക്ക് ഞാൻ പറഞ്ഞത് അടിച്ചമർത്തിയിട്ട് ഇനി നീ എങ്ങോട്ടും പോകരുത് അങ്ങനെയൊന്നും ആരും സംസാരിക്കുന്നില്ല. പെൺകുട്ടികളെ അടിച്ചമർത്തിയിട്ട് പുറത്തേക്ക് വിടരുത്, സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. എല്ലാറ്റിനെയും സ്വയം നിയന്ത്രിക്കാൻ കുട്ടിയുടെ കൂടെ രക്ഷിതാക്കൾ നിൽക്കുകയും കുഞ്ഞിനെ ഇത് ബോധ്യപ്പെടുത്തുകയും വേണം. ആഴമുള്ള ഒരു കുളത്തിനടുത്ത് നിൽക്കുമ്പോൾ, മോളെ കുളത്തിന് നല്ല ആഴമുണ്ട് കേട്ടോ, അതിൽ 2 മുതലുണ്ട് കേട്ടോ, ആ നീ കുളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ മുതല നിന്നെ പിടിക്കും കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിക്കട്ടോ എന്ന് കുട്ടിയോട് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പെൺകുട്ടി ആ കുളത്തിനടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിൽക്കുന്നു ഉറപ്പാണല്ലോ. കാരണം എന്താ, കുഞ്ഞിനെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇതിങ്ങനെയാണ്. ഇതുപോലെ പെൺകുട്ടി ആരാണ് എന്ന് ഈ പെൺകുട്ടിയെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി നോക്ക്. നമ്മുടെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും വെച്ച് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി നോക്ക്. പത്രത്തിലൊരു ന്യൂസ് കാണുമ്പോൾ, മോളെ ഇത് കണ്ടോ നീ, എന്തായിരിക്കും ഇതിന് കാരണം, കുഞ്ഞിനോടൊന്ന് ചർച്ച ചെയ്ത് നോക്ക്. ഞാൻ എന്താ പറഞ്ഞേ, കുറ്റപ്പെടുത്തല്ലേ പ്രിയപ്പെട്ട രക്ഷിതാവേ, ബോധ്യപ്പെടുത്ത്. അപ്പോൾ കുട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. എന്ത് എളുപ്പമുണ്ട് കാര്യം. രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞ്, ഒറ്റപ്പെടുത്തരുത്. ഇത് വലിയ പ്രശ്നമാണ്. കുഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മുടെ കുട്ടിയാണ്, ചെറിയ മോളാണ്, അവൾ 13, 14, 15 വയസ്സായിട്ടുണ്ട്. നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ നഷ്ടം ഉമ്മക്കാണ്, പിന്നെ ഉപ്പക്കാണ്. അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ നമ്മുടെ മക്കളെ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം മക്കളോട്. എന്നിട്ട് ഒറ്റപ്പെടുത്തരുത്. കുഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ, പിന്നെ ഉമ്മ നീ എന്നെ എനിക്കിതിൻ്റെ മുഖം തന്നെ കാണണ്ട, വാപ്പ പറയും എൻ്റെ അടുത്തേക്ക് വരെ തന്നെ വേണ്ട, എന്നോടൊന്നും പറയും വേണ്ട, കുട്ടി ഒറ്റപ്പെട്ടു. ഇനി ഈ കുട്ടിക്ക് ആരാണ് ഈ സമയത്ത് ഒരു സാന്ത്വനം കൊടുക്കുക, ആരാണ് കുട്ടിയെ സമാധാനിപ്പിക്കുക, ആരാണ് കുട്ടിക്ക് സ്നേഹം കൊടുക്കുക, ആരാണ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക? നിങ്ങൾ ആലോചിക്കണം. അവിടേക്ക് വേറൊരാൾ കയറി വരും, ഒരു മൂന്നാമൻ കയറി വരും. അത്രയും കാലം നമ്മൾ വളർത്തി നമ്മുടെ പ്രതീക്ഷയായി വളർന്ന മകൾ മറ്റൊരാളുടെ മുമ്പിലേക്ക് പ്രശ്നമായിട്ട് മാറും, അല്ലെങ്കിൽ അവളെല്ലാം മറ്റൊരാൾക്ക് അടിയറ വെക്കും. ദൃശ്യമാധ്യമങ്ങൾ നമ്മോട് കാണിച്ചിരുന്നത് ഈ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ എന്താ വേണ്ടത്? ഒറ്റപ്പെടുത്താതിരിക്കണം. എപ്പോഴും നമ്മുടെ കുടുംബം ഒരു കൂട്ടാണ്, കൂടി നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ബാപ്പാരൊക്കെ ആലോചിച്ച് നോക്ക്, മക്കളുടെ കൂടെ ഒരു കമ്പനി കൊടുക്കണം, ഉമ്മാർക്ക് ഒരു കമ്പനി കൊടുക്കണം. ഒറ്റപ്പെടുത്തരുത് നമ്മുടെ മക്കളെ, ഒറ്റക്ക് നിൽക്കരുത് മക്കളെ. ഒരു ബാപ്പ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ഒരു +2 പഠിക്കുന്ന മോൻ്റെ റൂമിൽ ബാപ്പ എല്ലാ ദിവസവും കയറി വരും. എന്നിട്ട് മോൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കും, വളരെ അടുത്ത് നിന്ന് സംസാരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, മോള് കിടക്കുമ്പോൾ ഉമ്മ മോളെടുത്ത് വന്ന് കിടക്കും, ബാപ്പ മോളെടുത്ത് വന്ന് കിടക്കും. ഇനി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് ഉത്തരം പറഞ്ഞ്, എല്ലാ ദിവസവും എൻ്റെ മുഖത്തിൻ്റെ അടുത്ത്
ബാപ്പ നിന്ന് സംസാരിക്കും എന്ന് ഉറപ്പുള്ള ഒരാൺകുട്ടിക്ക് എങ്ങനെയാണ് സിഗരറ്റ് വലിച്ച് വീട്ടിൽ വരാൻ ധൈര്യമുണ്ടാവുക? നിങ്ങൾ പറ. എങ്ങനെയാണ് കള്ള് കുടിച്ച് വീട്ടിൽ വരാൻ ധൈര്യമുണ്ടാവുക? എങ്ങനെയാണ് അവനൊരു ഒരു പ്രശ്നമുള്ളവനായി മാറാൻ പറ്റുക? അവൻ കള്ള് കുടിക്കാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ എത്ര നിർബന്ധിച്ചാലും അവൻ്റെ മനസ്സിലെന്താ വരിക? ഞാൻ തൊടൂല, കാരണം എൻ്റെ ഉപ്പ അടുത്ത് നിന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞ്, അപ്പോൾ ഈ കള്ള് കുടിക്കുന്നത് കുട്ടി എന്തുകൊണ്ടാണ്? സിഗരറ്റ് വലിക്കുന്നത് എന്തുകൊണ്ടാണ്? മണക്കില്ലേ പ്രിയപ്പെട്ടവർ? ഉള്ളി തിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ ഭർത്താവിനോട് ചോദിക്കില്ലേ, നിങ്ങൾ ഉള്ളി തിന്നു? അപ്പോൾ ഉള്ളി തിന്നുമ്പം ഭാര്യയെ നമുക്ക് ഓർമ്മ വരില്ലേ? അവൾ ചോദിക്കും, നമുക്ക് ഉറപ്പല്ലേ? കാരണം അത്രയും അടുത്ത് ഭാര്യ നമ്മളോട് ഇടപഴകുന്നുണ്ട്. ഇത്രയും അടുത്ത് നിങ്ങൾ കുട്ടിയോട് ഇടപഴകണം. പിന്നെ എങ്ങനെയാണ് കുട്ടി തെറ്റിലേക്ക് പോവുക? എങ്ങനെയാണ് കുട്ടി പ്രശ്നക്കാരനാവുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട രക്ഷിതാവേ, അരുത്, ഒറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ പറഞ്ഞു. അവനൊരു കൂട്ടുകൊടുക്ക്, അവൻ്റെ കൂടെ നിൽക്ക്. ഈ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പണിയൊക്കെ നേരത്തെ തീർക്കണം. വീട്ടിലെ പണി വെച്ച് വിളമ്പുക, ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട പണി. അത് വേണം. അതിൻ്റെ കൂടെ നേരത്തെ പണിയൊക്കെ തീർത്ത് ഒരു 7:30 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ ടി വിക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കാതെ എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി. +2കാരനാണ് അവൻ, +2കാരിയാണ് നമ്മുടെ മോള്. അതിനെന്താ കുഴപ്പം? അവളുടെ റൂമിലേക്ക് നിങ്ങൾ കയറിച്ചല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മകളും നബിയുടെ മരുമകനും ഇരിക്കുന്ന റൂമിലേക്ക് വാതിലിന് മുട്ടിയിട്ട് കടന്നു ചെന്നിരുന്നു എന്ന് നബിയുടെ ചരിത്രം പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് പെൺകുട്ടിയുടെ കാര്യം എടുക്കാം. ഉമ്മയും ബാപ്പയും എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒറ്റപ്പെടുത്തരുത്, ഒപ്പമിരുന്ന് ഒരുമിച്ചിരുന്ന് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇവിടെ എനിക്ക് സഹോദരിമാരോട് സംസാരിക്കാനുള്ളത്, കുടുംബത്തിൻ്റെ രാജാവ് ആണാണ്, നമ്മളങ്ങനെ പഠിച്ചു വെച്ചത്. പക്ഷെ പടത്തലവൻ പെണ്ണാണ്, പട നയിക്കേണ്ടത് പെണ്ണാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതൊരു രാജാവിനും ഒരു പടത്തലവനുണ്ടാവും. ഈ പടത്തലവനാണ് രാജാവിനെ യുദ്ധത്തിൽ വിജയിപ്പിക്കുക. പടത്തലവൻ വീക്കാണെങ്കിൽ രാജാവ് എത്ര സ്ട്രോങ് ആയിട്ടും കാര്യമില്ല, യുദ്ധം ജയിക്കില്ല. ലോകം പിടിച്ചടക്കിയ മഹാനായ അലക്സാണ്ടർ കൂട്ടൊരു പടത്തലവൻ. നിങ്ങൾ ഏത് രാജാവിനെ എടുത്ത് നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരറിയേണ്ടത്, വീട്ടിലെ പടത്തലവൻ നമ്മളാണ്. വീടാകുന്ന ഒരു സാമ്രാജ്യത്തെ നിലനിർത്തേണ്ടത് പെണ്ണുങ്ങളാണ്. ആ പടത്തലവൻ 24 മണിക്കൂർ അടുക്കളയിൽ രാവിലെ വെക്കുക, വിളമ്പുക, കഴുകിക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വെക്കുക, വിളമ്പുക, കഴുകിക്കുക. രാത്രി വെക്കുക, വിളമ്പുക, കഴുകിക്കുക. എന്നിട്ട് 11 മണിയാകുമ്പോൾ അടുക്കള അടിച്ച് തുടച്ച് വൃത്തിയാക്കി ആ തുടച്ച തുണി കൊട്ടത്താളത്തിൻ്റെ മുകളിൽ വിരിച്ചിട്ട് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് കമിഴ്ന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് മക്കളുടെ റൂമിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ നട്ടപ്പാതിരിയായിട്ടുണ്ട്, മക്കളൊക്കെ കുറുക്കം വിരിച്ചിട്ടുണ്ടാവും. എന്തിനാ ഈ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ പോകുന്നത്? ഞാൻ എപ്പോഴും രക്ഷിതാക്കളോട്, ഉമ്മമാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു കട്ടിൽ അടുക്കളൻ്റെ മൂലൊക്കെ തന്നെ ഇട്ടാൽ പോരെ? ആ വർക്ക് ഏരിയൻ്റെ സൈഡിൽ ഒരു ബാത്റൂം ഉണ്ടാക്കി വെച്ചാൽ പോരെ? അപ്പോൾ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നത് അതാ, നമുക്ക് ഇങ്ങനെ പോരെ? അടുക്കളയുടെ മൂലയിൽ ഒരു കട്ടിലിടുക, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബാത്റൂം ഉണ്ടാക്കുക, അവിടെ തന്നെ കിടന്നാൽ പോരെ? നമ്മൾ വീട്ടിൽ പണിയെടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഇത് വിളമ്പാനും കഴുകി വെക്കാനും ഉള്ളവരല്ല എന്ന ബോധം എപ്പോഴാണോ നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മുടെ വീട് നന്നാവും. ഒരു പെണ്ണ് സന്തോഷിച്ചാൽ വീട് സന്തോഷിച്ചു എന്ന് നിങ്ങൾ അറിയണം. ആണെത്ര സന്തോഷിച്ചിട്ടും കാര്യമില്ല. ഒരു പെണ്ണ് സന്തോഷിച്ചാൽ വീട് സന്തോഷിച്ചു, ഉമ്മ സന്തോഷിച്ചാൽ വീട് സന്തോഷിച്ചു. ഇവിടെയാണ് സഹോദരിമാർ പട നയിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ഉമ്മ പ്രശ്നമുള്ളപ്പോഴാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് നമ്മുടെ മക്കളെ നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാൻ ഇത്തിരി സമയം കണ്ടെത്തണം. ഇതൊക്കെ പിന്നെ ആരുടെ പണിയാണ്? സഹോദരിമാരോട് ഞാൻ എപ്പോഴും സഹോദരിമാരോട് സംബന്ധിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ പണി തീരുന്നവരെ നിങ്ങൾക്ക് പണിയുണ്ടാവും. നിങ്ങളുടെ പണി തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ. കുട്ടികളെ നോക്കലും ഭർത്താവിനെ നോക്കലും നമ്മുടെ പണിയാണ്. ആ പണി മനസ്സിലാക്കുകയും അതാണ് പ്രധാനപ്പെട്ട പണി എന്ന് നമ്മൾ അറിയുകയും വേണം. അതിലൂടെ മാത്രമേ നമുക്കൊരു വിജയം, ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കൾ നമ്മൾ നോക്കണ്ടേ ഭാവിയിൽ? അവിടെ ഈ കൗമാരക്കാരൻ്റെ കൂടെ ഇരുന്ന്, കൗമാരക്കാരിയുടെ കൂടെ ഇരുന്ന് ഉമ്മ ഒപ്പം ഇരുന്നിട്ട് തന്നെ ഈ കുഞ്ഞിനെ പൊറ്റി വളർത്തണം. അവൻ്റെ റൂമിൽ കയറണം.
നിങ്ങൾ കയറുന്നുണ്ടെന്നും റൂം നോക്കുന്നു. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മോളെ പിന്നെ അളമാറൊക്കെ ഒന്ന് വൃത്തിയല്ലേ, നീ മടക്കി വെച്ചിട്ടില്ലേ, അതൊക്കെ വെറുതെ ഒന്ന് തുറന്നു നോക്കുക. കുട്ടി ഇല്ലാത്തപ്പോഴല്ല കുഞ്ഞിൻ്റെ റൂം പരിശോധിക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ. കൗൺസിലിങ്ങിൽ വരുന്ന മുഴുവൻ കുട്ടികളും പറയുന്നൊരു കംപ്ലൈൻറ്റ് അതാണ്. എന്തിനാ ഇന്നെങ്ങനെ ചാരപ്പണി എടുക്കണ് കുട്ടികൾ ചോദിക്കും. കാരണം എന്താ പറയുക, നിങ്ങൾ കുട്ടി സ്കൂളിൽ പോയ സമയത്ത് ഉമ്മ കയറി മുഴുവൻ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പഴയ പോലെ തന്നെ വെച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. പക്ഷെ കുട്ടിക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഉമ്മ സെർച്ച് ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്. ഇത് കുട്ടിയുടെ മനസ്സിൽ ഒരു തരം അസഹിഷ്ണുത ഉണ്ടാക്കും. എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? കുട്ടികളുള്ളപ്പോഴാണ് നോക്കേണ്ടത്. നിങ്ങൾ ആരെയായി പേടിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞിനെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അത് വളരെ നയത്തിൽ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ തയ്യാറാവണം. പെൺകുട്ടിയുടെ റൂമിലൊക്കെ അങ്ങ് കയറിച്ചില്ല, അവൾ ഉള്ളപ്പോഴാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് രാത്രി കയറി ചെന്നിട്ട് അലമാറൊക്കെ തുറന്ന് നോക്കിയിട്ട് മുളയൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടില്ലേ, ഇതെന്താണ് ഈ ഡ്രസ്സ് ഇങ്ങനെ വെച്ചത്, ഇത് പുറത്തെന്താ വെച്ചത്, ഇതെന്താ നീ തൂക്കിയിട്ടത്, ഇതെന്താ കാണുന്നത്, പുതിയ വള നീ ഇവിടെയാണോ വെച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടിക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാവണം, ഉമ്മ ഒന്ന് തുറന്ന് നോക്കൂ ഈ അലമാറ. പിന്നെ അവൾ എങ്ങനെയാണ് ഒരു സാധനം ഒളിപ്പിച്ച് വെക്കുക? അവളുടെ പുസ്തകമൊക്കെ മറിച്ച് നോക്കുക, എഴുത്തൊക്കെ ഇവിടെ എത്തി മോളെ. ഈ ആൺകുട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതാ. അവൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവുക, അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നോക്ക്, അവൻ്റെ ഫോണൊക്കെ ഒന്ന് വാങ്ങി. അവൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടിയാണ്, ഫോണുണ്ട്. ഫോൺ വാങ്ങി കൊടുക്കരുത് എന്ന് ഞാൻ അടുത്ത കാര്യത്തിൽ പറയാൻ പോവാണ്. ഉണ്ടെങ്കിൽ ബാപ്പ മോനെ ഫോൺ നോക്കട്ടെ, ബാപ്പ ഒന്ന് നോക്കട്ടെ. ഈ ബാപ്പ കീൽപാഡ് ഓണാക്കി നോക്കുന്നൊരു ഫോണിൽ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുമോ? അപ്പോൾ ഇവിടെയൊക്കെയാണ് രക്ഷിതാക്കൾ കൃത്യമായിട്ടൊരു ബോധം ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത്, ഒറ്റപ്പെടുത്തരുത് നമ്മുടെ മക്കളെ. നമ്മൾ കൂടെ ഇരിക്കണം. മക്കളും ഭാര്യയും ഭർത്താവും മക്കളും ഉപ്പയും ഉമ്മയും ഒക്കെ കൂടെ ഇരിക്കുമ്പോഴാണ് കുടുംബമാവുന്നത്. അതായത് ഓരോ ആളുകൾക്ക് ഓരോ റൂം, അവരവരുടെ റൂമിൽ പോയി ചേക്കേറുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുന്നു. അവിടെ ഈ ഭക്ഷണത്തിന് മുമ്പിൽ ഉമ്മ ഇത് വിളമ്പി വെക്കുന്നു. ഇത് തിന്നു കഴിഞ്ഞിട്ട് ഏമ്പക്കം വിട്ട് ഈ കുട്ടികളും ഭർത്താവും എണീറ്റ് പോകുന്നു. ഉമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോകുന്നു. ഞാൻ ചോദിക്കണം, എന്തിനാണ് ഈ ഉമ്മയും ബാപ്പിയും അടുക്കളയിൽ? ഈ കുട്ടിയൊക്കെ പൈസ ഉണ്ടല്ലോ പാപ്പൻ്റെ കയ്യിൽ, ഈ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ പോരെ, എന്നാൽ ഉമ്മക്ക് സുഖമായിട്ട് വീട്ടിലിരുന്നൂടെ? ഭക്ഷണം ഉണ്ടാക്കലും വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുടുംബത്തിലെ പടത്തലവനാണ് നാം എന്ന ബോധമുണ്ടാവണം. കുടുംബത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തല്ലേ, ഭർത്താവിനെ ഒറ്റപ്പെടുത്തല്ലേ. ഭർത്താവ് ഉറങ്ങുന്നതിന് മുമ്പേ ബെഡ്റൂമിലെത്തി എന്നൊരു ഭാര്യ ഉറപ്പ് വരുത്തണം. മക്കൾ ഉറങ്ങിപ്പോകുന്നതിന് മുമ്പ് മക്കളെ സന്ദർശിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മകളുടെ റൂമിലേക്കും മരുമകൻ ഉള്ള സമയത്ത് വാതിലിന് മുട്ടി അനുവാദം ചോദിച്ച് കടന്നു ചെന്ന് കാൽവെള്ള കാണുമാർ അവർക്കിടയിലിരുന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു എന്നത് ഒരു മഹാനായ ഒരു മനുഷ്യൻ്റെ നബിയുടെ ചരിത്രം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മക്കളെ എങ്ങനെ വളർത്തിയിരുന്നു ആ ബാപ്പ എന്ന് നമ്മളറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എല്ലാത്തിനും ചരിയുള്ളതുപോലെ മക്കളെ വളർത്തിയതിലും ചരിയുണ്ട്. നബി മരിക്കാൻ നേരത്ത് നബിയുടെ ശബ്ദം പൊങ്ങാതെയായപ്പോൾ ചെവി അടുത്ത് വെച്ച് നബി എന്തു പറയുന്നു എന്ന് നോക്കിയപ്പോൾ നബിയുടെ മകളുടെ കാതിലേക്ക് നബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവാണ് മോളെ എന്ന് പറയുമ്പം പൊട്ടിക്കരയുന്ന നബിയുടെ പൊന്നു മകൾ ഫാത്തിമയെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് രണ്ടാമതൊരു സ്വകാര്യ നബി ചെവിയിലേക്ക് പറയുമ്പോൾ ഈ മകള് സന്തോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞപ്പം അവളോട് ചോദിച്ചു, എന്താണ് നിന്നോട് ബാപ്പ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നു മോളോട് ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്. ആദ്യം പറഞ്ഞത് ഞാൻ മരിക്കാൻ പോവാണ്, അപ്പോൾ എനിക്ക് സങ്കടമായിന്ന. ബാപ്പയോട് സ്നേഹമുള്ള മോളായിരുന്നു ഫാത്തിമ. അത് ബാപ്പ വളർത്തിയ ഗുണമാണ് എന്നറിയണം. അവിടെ രണ്ടാമത് എന്തായിരുന്നു നിന്നോട് പറഞ്ഞത് എന്ന്, നീ സന്തോഷത എന്തിനായിരുന്നു ചോദിച്ചപ്പോൾ നബിയുടെ പൊന്നു മോള് പറയുന്നുണ്ട്, രണ്ടാമത് ബാപ്പ എന്നോട് പറഞ്ഞത് ആദ്യം ബാപ്പാൻ്റെ അടുത്ത് പരലോകത്തെത്ത് നീയാണ് ഇട്ടോ എന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു പോയിന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ മോളുടെ സന്തോഷം. അതെന്തുകൊണ്ടാണ്? ആ ചെറുപ്പം മുതൽ മോളെ വളർത്തി വലുതാക്കിയ അവൾക്ക് കൊടുത്ത കൂട്ടിൻ്റെ ഗുണമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയണം. ഇവിടെയാണ് മക്കളെ, ഈ കൗമാരക്കാരനെ ഈ എങ്ങനെ നോക്കണം, എങ്ങനെ പരിചരിക്കണം എന്നിടത്ത് ഒരു ഉത്തരം ഉമ്മമാർക്ക് ഉണ്ടാവേണ്ടത് എന്നറിയണം. ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. എല്ലാ വീട്ടിലുള്ള പ്രശ്നം ഇതാണ്. അനിയനുമായി താരതമ്യം, ഏട്ടൻ്റെ മക്കളുമായി താരതമ്യം, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുമായി താരതമ്യം, സ്കൂളിലെ 1ാം റാങ്കുകാരനുമായി താരതമ്യം ചെയ്യുന്നത് ഒരു മനുഷ്യനും പൊറുക്കാത്ത കുറ്റ. എൻ്റെ ഭാര്യയെ വേറൊരുത്തിയുമായി താരതമ്യം ചെയ്ത് സംസാരിച്ച എൻ്റെ ഭാര്യ പൊറുക്കുമോ? എന്നെ ഒരു ഭർത്താവ് എന്ന നിലക്ക് വേറൊരുത്തനുമായി താരതമ്യപ്പെടുത്താൻ ഞാൻ ക്ഷമിക്കൂ? ലോകത്ത് ആരാ ക്ഷമിക്കുക താരതമ്യപ്പെടുത്തുന്നത്?
വേറെ ഞാനൊരു കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. എൻ്റെ കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ച് എന്നോട് പറയുകയാണ്, മറ്റേ മാഷ് ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങൾ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ആരാ ക്ഷമിക്കുക? എനിക്ക് എൻ്റെ വ്യക്തിത്വമില്ലേ? ഇത് തന്നെയാണ് നിങ്ങളുടെ കൗമാരക്കാർക്കും സംഭവിക്കുക. നിങ്ങൾ ഓർക്കണം, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെന്താ അറിയേണ്ടത്? ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. നെവർ കമ്പയർ യുവർ ചൈൽഡ് എന്ന സൈക്കോളജി പറയുന്നത്. ഒരിക്കലും ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഈസ് യുണീക്ക്. അതുല്യനാണ് കുട്ടി, താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഒരാളെപ്പോലെ വേറൊരാളില്ല. അതൊരേ അമ്മയുടെയും അച്ഛൻ്റെയും കുട്ടിയായിട്ട് പിറന്നാൽ പോലും നമ്മുടെ അനിയനും ഏട്ടനും ഒക്കെ വ്യത്യസ്തരാണ് എന്ന് നിങ്ങളറിയണം. അവിടെയാണ് ആ വ്യത്യസ്തത അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന നല്ല രക്ഷിതാവാകുന്നത് എന്നും അറിയണം. ഇതോടെ ഈ കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ ഏറെക്കുറെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ കൗമാരക്കാരെ വളർത്തുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് ഒന്ന് എണ്ണി പറയാം. അതും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഒന്ന് ഓർമ്മയിൽ വെക്കണം. അതും ഞാൻ എണ്ണി പറയാം. ഞാൻ എണ്ണി പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അത് പോയിൻ്റായിട്ട് നിൽക്കാൻ വേണ്ടി തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്പർ 1, കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. ആരാണ് നല്ല സുഹൃത്ത് എന്നതിന് ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഉപമയേക്കാൾ നല്ല ഒരു ഉപമ ഒരു സാഹിത്യകാരനും പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞു കൊടുത്തു, നല്ല സുഹൃത്ത് അത്തറ് വിൽപ്പനക്കാരനെ പോലെയാണ്. എന്താ അത്തറ് വിൽപ്പനക്കാരൻ്റെ പ്രത്യേകത? അയാളുടെ അടുത്ത് നമ്മൾ വെറുതെ പോയാൽ മതി, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് തരും. നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തൊരു മണമാടാ നിന്നെ, നീ എവിടുന്നാണ് വരുന്നത്? ഞാൻ ഇന്ന അടുത്ത് നിന്നാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ സ്വഭാവത്തിൻ്റെ സൗരഭ്യം പരത്തുന്ന സ്വഭാവമാക്കി മാറ്റാൻ നല്ല സുഹൃത്തിന് കഴിയും. നമ്മുടെ സ്വഭാവത്തെ മനോഹരമാക്കി മാറ്റാൻ നല്ല സുഹൃത്തിന് കഴിയും. എൻ്റെ പ്രിയപ്പെട്ട കൗമാരക്കാർ മനസ്സിലാക്കേണ്ട വിഷയം അവിടെയാണ്. കള്ളുകുടിയൻ്റെ കൂടെ നടന്ന ഒരു കുട്ടി കള്ളുകുടിയനായി മാറും. സിഗരറ്റ് വലിക്കുന്നവൻ്റെ കൂടെ നടന്നാൽ സിഗരറ്റ് വലിക്കാരനായി മാറും. സിനിമ കാണുന്ന, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന സുഹൃത്തിൻ്റെ കൂടെയാണ് നമ്മുടെ നടത്തമെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിൽ അത്തരം കാര്യങ്ങൾ കടന്നു വരും. 5 നേരം നിസ്കരിക്കുന്ന, പള്ളിയിൽ പോകുന്ന, നല്ലത് പറയുന്ന, ഖുർആൻ ഓതുന്ന ഒരു കുട്ടീൻ്റെ കൂടെയാണ് നമ്മുടെ കൂട്ടെങ്കിൽ നമ്മളും അത്തരത്തിലുള്ള കുട്ടിയായി മാറും. ഇവിടെയാണ് രക്ഷിതാക്കൾ ബോധമുണ്ടാവേണ്ടത്. നമ്മുടെ കുട്ടിയുടെ സുഹൃത്താരാവണം, ഇത് കൃത്യമായി ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ 5 നേരം നിസ്കരിക്കുന്ന, ഇസ്ലാമിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, നോമ്പ് നോൽക്കുന്ന, അല്ലെങ്കിൽ ഏതാണ് ശരി എന്ന് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു കുട്ടിയാവുക ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കുട്ടികൾ എവിടെ കിട്ടും? സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അതാണ്. ഇത് എവിടെ കിട്ടും? സ്കൂളിൽ കിട്ടും? ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ MSM എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. നമ്മുടെ പള്ളിയിലെ, നമ്മൾ വെള്ളിയാഴ്ച പോകുന്ന പള്ളി, ആ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒക്കെ മക്കൾ ആ സംഘടനയിൽ ഒരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ 5 നേരം നിസ്കരിക്കുന്ന നമ്മുടെ മക്കൾ ആ സംഘടനയിൽ അംഗമായി. ഈ MSM എന്ന് പറഞ്ഞ സംഘടന പള്ളിയുമായും ഇസ്ലാമികമായും പ്രവർത്തിക്കുന്ന ഒരു സംഘടന, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുക ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കുട്ടിയുടെ സുഹൃത്ത് മറ്റൊരു പള്ളിയിൽ പോകുന്ന കുട്ടിയായി മാറും. കുട്ടിക്ക് കാര്യങ്ങൾ സംസാരിക്കുക അവനോടായി മാറും. അപ്പോൾ അവിടെ സിനിമാ കഥകൾ അപ്രത്യക്ഷമാകും, അവിടെ മറ്റ് കാര്യങ്ങൾ അപ്രത്യക്ഷമാകും. അവിടെ കുത്തനെ നിർത്തുന്ന, മുടിയില്ലാത്ത, കണ്ടാൽ വികൃതമുള്ള നമ്മുടെ കുട്ടികളെ നമുക്ക് ഇല്ലാതെയാകും. ഈ കുട്ടി എപ്പോഴും പള്ളിയിലേക്ക് പോകും, അവൻ്റെ കൂട്ടുകെട്ട് അവിടെയായി മാറും. ഇനി നിങ്ങൾ പറ, ഈ കുട്ടി കേട് വരുമോ? നമ്മൾ ചിന്തിക്കണം, അവിടെയാണ് ഇത്തരം വിഷയങ്ങളുടെ അസ്തിത്വം എന്ന് അറിയണം. അപ്പോൾ നമ്മുടെ കുട്ടി ഉണ്ടല്ലോ, ഈ ഒരു 7ാം ക്ലാസ്സുകാരൻ, ഒരു 8ാം ക്ലാസ്സുകാരൻ, അവൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരും. പള്ളിയിലാണ് ആ കുട്ടിയുടെ കൂട്ട്. അവൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് അവന് പിന്നെ പരിപാടികൾക്ക് പോകുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ക്യാമ്പുകൾക്ക് പോകുന്നുണ്ട്. ഇക്ര മോറൽ സ്കൂളിന് എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ചാണ് പിന്നെ പേര് കൊടുത്തത്. ഞങ്ങളിതാ 5 പേര് പള്ളിയിൽ, ഞങ്ങൾ വളരെ കൂട്ടുകാരാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ഉണ്ടാകുന്ന ഒരു നന്മ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഒരു 7ാം ക്ലാസ്സുകാരനെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോൾ മനോഹരമായ ഒരു മുസ്ലിമിൻ്റെ ചിഹ്നങ്ങളോട് കൂടിയ, മുസ്ലിമിൻ്റെ വസ്ത്രങ്ങളോട് കൂടിയ, മുസ്ലിമിൻ്റെ ജീവിതത്തോട് കൂടിയ, പല്ല് കറ പിടിക്കാത്ത, വൃത്തികെട്ട സ്വഭാവമില്ലാത്ത, കോളേജിൽ ചെന്ന് പ്രേമിച്ച് ജീവിതം നശിപ്പിക്കാത്ത ഒരു കൃത്യമായ മനോഹരമായൊരു കുട്ടിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കണം, ഈ കുട്ടി മാറും. ഇവിടെയാണ് ഇതിൻ്റെ ഒരു
പ്രാധാന്യം നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ കൂട്ടുകെട്ടുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്, നിങ്ങൾ അറിയണം. ആരാണോ കുഞ്ഞിൻ്റെ കൂട്ട്, ആ കൂട്ട് കുഞ്ഞിനെ നന്നാക്കാനും ചീത്തയാക്കാനും പറ്റും. ഞാൻ പറഞ്ഞു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമയായിരുന്നു. നല്ല സുഹൃത്ത് അത്ര വിൽപ്പനക്കാരനെ പോലെ മനോഹരം. അത്ര വിൽപ്പനക്കാരനെ പോലത്തെ സുഹൃത്തിനെ നിങ്ങൾക്ക് പള്ളിയിലെ MSMകാരൻ്റെ കൂട്ടത്തിൽ കാണാൻ പറ്റും. ഒരു MSMകാരനെയും കള്ളു കുടിക്കാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാനത് ആ വിഷയം ഇനി കൂടുതൽ പറയുന്നില്ല. നബി പറയുന്നു, ചീത്ത സുഹൃത്ത് ഒരു കൊല്ലൻ്റെ പണിശാല പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ നമ്മൾ വെറുതെ ചെന്നിരുന്നാൽ മതി. കൊല്ലൻ്റെ പണിശാലയിൽ നമ്മുടെ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പുരളും, കരി പുരളും, നമ്മുടെ വസ്ത്രത്തിൽ അവിടുത്തെ തീപ്പൊരികൾ വീണ് ഓട്ടയുണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കണം, ഒരു ചീത്ത സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, നല്ല ശുദ്ധമായ നമ്മുടെ സ്വഭാവം ചീത്തയാവാൻ ഇതിടയാക്കും. അതുകൊണ്ട് വളരെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് കൗമാരക്കാരോടും, അതാണ് രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് രക്ഷിതാക്കൾ അറിയണം. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് കൂട്ടുകെട്ടാണ്. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയുന്നത് സാഹചര്യം ആണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സാഹചര്യമാണ് തെറ്റിൻ്റെ മാതാവ്. ഒരാണും പെണ്ണും ഒറ്റക്കായാൽ മൂന്നാമതായി പിശാച് കടന്നു വരുന്നു എന്ന് നിങ്ങൾ കേട്ടതാണ് പലപ്പോഴും. ഇവിടെ സാഹചര്യമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഈ കുഞ്ഞിന് സാഹചര്യം ഉണ്ടാക്കരുത്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന് പ്രേമത്തിൽപ്പെട്ട് പ്രശ്നമുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ ഈ ജീവിതത്തിൽ സംഭവിച്ച് ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയ ഒരു പെൺകുട്ടിയെ ആദ്യമായിട്ട് പ്രേമിക്കുന്ന ചെറുക്കൻ ആ പെൺകുട്ടിയെ ഒന്ന് തൊട്ടത് അവളുടെ സ്വന്തം വീട്ടിൽ കയറിയിട്ടാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, നിൻ്റെ ഉമ്മ എവിടെയായിരുന്നു? ഉമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു, പാപ്പ ജോലിക്ക് പോയിരുന്നു. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ കുട്ടിയെ ശ്രദ്ധിക്കാതെ ഒരു സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കരുത്. കുട്ടിക്ക് ബാപ്പയും ഉമ്മയും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സുന്ദരമായിട്ട് എണീറ്റ് വരാം. ഈ കോമൺ റൂമിൽ വെച്ച കമ്പ്യൂട്ടർ ഓണാക്കാം. ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ആ കുട്ടിക്ക് നേരം പുലരുവോളം ബാപ്പയും ഉമ്മയും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ വൃത്തികേടുകൾ കാണാം. ഈ സാഹചര്യമുള്ളൊരു വീട്ടിൽ ഈ കുട്ടി നന്നാവണം എന്നാണോ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ കരുതേണ്ടത്? 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഗൾഫിൽ നിന്ന് വരുമ്പം ബാപ്പ വാങ്ങിക്കൊടുത്ത ലാപ്ടോപ്പ് അവൻ്റെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അവൻ്റെ വ്യക്തിത്വത്തെ വികസിക്കാനും അവൻ നല്ല കുട്ടിയായി മാറാനും ഉപകരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. വീട്ടിൽ 250 രൂപ കൊടുത്ത് മാസാമാസം നമ്മൾ തുറന്നു വെക്കുന്ന കേബിൾ TV-യിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്ന പരിപാടികൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ കൊണ്ടുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റി. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യം നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റണം. 5 നേരം നിസ്കരിക്കാനുള്ള സാഹചര്യം, കടന്നു വരുമ്പോൾ വൃത്തികേടുകൾ കാണാതിരിക്കാനുള്ള സാഹചര്യം. പണ്ടൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ നമ്മൾ സിനിമ ഹാളിൽ പുറത്തേക്ക് പോകണം. വീടിൻ്റെ പുറത്ത് പോയാൽ ഒരു സിനിമ കാണാൻ പറ്റുക. ഇന്ന് ഒരു സിനിമ കാണാതിരിക്കണമെങ്കിൽ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. വീട്ടിനകത്തിരുന്ന സിനിമയാണ്. നമ്മുടെ വീട് സിനിമാശാലയായിട്ട് മാറി. ഇവിടെയൊക്കെ ഒരു ബോധം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ രണ്ടാമത്, സാഹചര്യം ഒരുക്കരുത്, ഒറ്റയ്ക്കിരിക്കരുത്, ഒറ്റയ്ക്ക് കുട്ടിയിട്ട് പോകരുത്. അവന് കേടുവരാനുള്ള ഒരു സാഹചര്യം ഭൗതികമായോ അല്ലാതെയോ കുഞ്ഞിന് ഒരുക്കി കൊടുക്കാതിരിക്കലാണ് ഒരു ഉപ്പയുടെ പ്രധാനപ്പെട്ട ജോലി എന്നറിയണം. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു, രണ്ടാമത്തെ കാര്യവും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ഒന്നുകൂടി എണ്ണി പറയുന്നു. ഒന്നാമത്തത് അവൻ്റെ കൂട്ടുകെട്ടുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് അവന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്, സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഡൽഹി പീഡന കേസിനെ കുറിച്ച് നമ്മളൊക്കെ വാർത്ത സംസാരിച്ചു, മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ അടുത്തും ഒരു ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. എല്ലാ ചർച്ചയിലും നമുക്ക് കോമണായി കാണാൻ പറ്റിയ കാര്യം, ആ രാത്രി 11 മണിക്ക് ഒരു കാമുകൻ്റെ കൂടെ, ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ബസ്സിൽ അവൾ കയറി എന്നതാണ് എന്ന് നിങ്ങളറിയണം. അതൊരു സാഹചര്യമാണ്. ഈ സാഹചര്യം തീർച്ചയായും ഒരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നും നമ്മളറിയണം. അതിനൊക്കെ കൃത്യമായി ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ സ്ത്രീയെ അടിച്ചമർത്തലായിട്ട് ചിത്രീകരിക്കാം. പക്ഷേ അതിന് നന്മ എവിടെയാണ് എന്ന് നിങ്ങളറിയണം. അപ്പോൾ സാഹചര്യത്തെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. മൂന്നാമത്തത്, അവൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ
അവൻ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇൻ്റർനെറ്റ് കണക്ഷനെ കുറിച്ചൊക്കെ രക്ഷിതാക്കൾക്ക് എത്രത്തോളം ബോധമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതൊരു വൃത്തികേടും ഒരു ആണും പെണ്ണും കിടപ്പറ പങ്കിടുന്ന ദൃശ്യങ്ങൾ പോലും ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ മുമ്പിലെത്തുമെന്ന് രക്ഷിതാക്കളായ നമ്മൾ അറിയണം. അത് കൃത്യമായിട്ട് മുമ്പിലെത്തും, ഒരു മറയുമില്ലാതെ കുഞ്ഞിതാ കാണുന്നത്. നമ്മൾ ഓർക്കണം, 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട് എന്നത് രക്ഷിതാവിനെ ഞെട്ടിക്കേണ്ട വിഷയമാണ്. ഇവിടെയാണ് കുഞ്ഞിൻ്റെ വ്യക്തിത്വം നശിച്ചു പോവുക. ഇതോടുകൂടി ഈ കുഞ്ഞിൻ്റെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് വിട്ടുപോകാനും വീട്ടിൽ നിന്ന് വിട്ടുപോകാനും ഒക്കെ സാധ്യതയുണ്ട്. നമുക്ക് സുബഹിക്ക് പോകുന്ന സമയത്ത് നിങ്ങളറിയണം, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. സുബഹിക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ വിളിച്ചുണർത്തിയാൽ ഈ 7ാം ക്ലാസ്സുകാരൻ ഉമ്മയോട് പറയും, ഞാൻ പോകണമെങ്കിൽ എനിക്ക് വെളിച്ചം വേണം, വെളിച്ചത്തിന് നിങ്ങളുടെ ഫോൺ വേണം. ഉമ്മൻ്റെ ഫോണിൽ ടോർച്ചുണ്ട്, നല്ല ടച്ച് സ്ക്രീനുള്ള മൊബൈൽ ഫോൺ. അപ്പോൾ ഉമ്മ വിചാരിക്കും ഈ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയിൽ പോയിക്കോട്ടെ, ഇതിപ്പോൾ ടോർച്ചടിച്ചൊന്ന് പോകാനല്ലേ. ഉമ്മ ചെറുക്കന് ഫോൺ കൊടുക്കും. ഈ ഫോണുമായിട്ട് സുബഹിക്ക് അവൻ ഇറങ്ങും, നേരെ നടക്കും. പക്ഷെ അവൻ പള്ളിയിലെത്തില്ല. അവൻ ഏതെങ്കിലും ഒരു മൂലക്കൽ ആരും കാണാത്തടത്ത് മാറിയിരുന്ന് അവന് തലേ ദിവസം ഉമ്മാൻ്റെ പേഴ്സിൽ നിന്നോ ബാപ്പാൻ്റെ പോക്കറ്റിൽ നിന്നോ മറ്റോ കട്ടെടുത്ത പണം ഉപയോഗിച്ച് അവൻ വാങ്ങിയ 29 രൂപയുടെയോ 49 രൂപയുടെയോ ഒരു ഇൻ്റർനെറ്റ് കാർഡ് ഉമ്മാൻ്റെ ഫോണിലേക്ക് കയറ്റി ഇൻ്റർനെറ്റ് ആക്സസ് എടുത്തിട്ട് ഈ കുട്ടി കാണുന്നത് മുഴുവൻ വൃത്തികേടാ. അപ്പോൾ ഉമ്മൻ്റെ മനസ്സിലുണ്ടായ നന്മയാണ് ഈ കുട്ടി ഒന്ന് പള്ളിയിൽ പോയിട്ട് ശരിയായിക്കോട്ടെ. ഈ കുട്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്, തെറ്റിപ്പോയി, പ്രശ്നത്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് നീ ഇത് കണ്ടത് ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ്, സുബൈക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി ഉമ്മ എനിക്ക് തരുന്ന മൊബൈൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ സാധനം കുട്ടിക്ക് കൊടുക്കരുത്. കാമുകന് ഫോൺ ചെയ്ത 8ാം ക്ലാസ്സുകാരി പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെ മോളെ നിനക്ക് ഫോൺ കിട്ടിയത്, അവൻ തന്നോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് അവൻ ഫോൺ തന്നിട്ടൊന്നുമില്ല. പിന്നെ നിനക്ക് എവിടുന്ന് ഫോൺ കിട്ടി? അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയോട് അലാറം വെക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. ഈ ഫോണ് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ഇല്ലാത്തൊരു സാധാരണ ഫോണാണ്. പക്ഷേ കുട്ടി എന്തിനാത് വാങ്ങുന്നത്? രാത്രി കിടക്കാൻ നേരത്ത് കുട്ടി ഉമ്മൻ്റെ അടുത്ത് വന്ന് പറയും, ഉമ്മ ഫോണൊന്ന് തരും, ഞാൻ അലാറം വെക്കട്ടെ. ഉമ്മ വിചാരിക്കും, ഓ നല്ല കാര്യം, എൻ്റെ മോള് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിക്കൊണ്ടുപോയി. കുട്ടി കൊണ്ടുപോകും, ഫോൺ തലക്കുമ്പുറത്ത് വെക്കും. ഒരു 11 മണി 11:30 മണിയാകുമ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് അവൻ വിളിക്കും. കുട്ടിക്ക് ഈസിയായിട്ട് ഫോൺ കിട്ടിയില്ലേ? രക്ഷിതാക്കൾ അറിയണം, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, നെറ്റ് കണക്ടിവിറ്റിയുള്ള മൊബൈൽ ഫോണുകൾ കുഞ്ഞിന് കിട്ടുന്ന രൂപത്തിൽ നിന്ന് മാറ്റി വെക്കണം. അത് കൗമാരക്കാരാണെങ്കിൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, 7ാം ക്ലാസ്സുകാരൻ കുട്ടിക്ക് ഫോൺ കിട്ടിയാൽ ആദ്യം നെറ്റിലേക്കാവാൻ പോവുക. ഇത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ചവറ്റ് കൂനയിൽ മാണിക്യം തിരയുന്ന പോലെയാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഒരു ചവറുകൂനയാണത്, ഒരു ചവറ്റ് ചീഞ്ഞു നാറുന്നൊരു സ്ഥലമാണത്. അവിടെ മാണിക്യം തിരയുന്ന പോലെയാണ് ഇൻ്റർനെറ്റ്. അതിൽ നല്ലതുണ്ടായേക്കാം. അപ്പോൾ നമ്മളൊക്കെ പറയും നല്ലതില്ലേ, കത്തി കൈമുറിയുന്ന കരുതി ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. MSM പോലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ദഅവത്ത് നടത്താനൊക്കെ എത്ര ആവശ്യങ്ങൾക്ക്, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരം പോലും അതും ഒരു മീഡിയയിലൂടെ നിങ്ങൾ കാണുകയല്ലേ. അതിൻ്റെ ലക്ഷ്യം ഉദ്ദേശം നല്ലതല്ലേ, ഇതൊക്കെ നന്മയല്ലേ. ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, കൗമാരക്കാർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന ബോധമില്ലാത്തത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയണം, ഇത് നിയന്ത്രിതമായിട്ട് മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കുട്ടിക്ക് നൽകാവൂ എന്ന് രക്ഷിതാക്കന്മാരറിയണം. അപ്പം മൂന്നാമതായി എനിക്ക് നിങ്ങളോട് ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാര്യം ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഇത്യാദി കാര്യങ്ങളാണ്. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, മൊബൈൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് രക്ഷിതാക്കൾ വെക്കരുത്. നാലാമതായി അവസാനമായി കൗമാരക്കാരെ വളർത്തുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവർ, എനിക്ക് ഡ്രസ്സിനെ കുറിച്ചാണ്. അവരുടെ ഡ്രസ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കോളേജ് പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഡ്രസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നടു റൂട്ടിൽ നിന്ന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പൊങ്ങിപ്പറക്കുന്ന ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മുടെ മക്കൾ നിൽക്കുന്നു. മക്കനെ ഇട്ടിട്ടുണ്ടാവും മക്കൾ, പക്ഷേ അവളുടെ ഡ്രസ്സ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങാണ്. ഇത് പിടിച്ച് താഴ്ത്താൻ ഇവർ പാടുപെടുകയാണ്. അങ്ങാടിയിലിരിക്കുന്ന വായ്നോക്കികൾ നമ്മുടെ കുട്ടിയെ വ്യഭിചരിക്കുന്നു എന്ന് രക്ഷിതാക്കൾ അറിയണം. നിങ്ങൾ ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ കുട്ടിയെ അങ്ങാടിയിൽ നിന്ന് 100 കണക്കിന് ആളുകൾ വ്യഭിചരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധ വേണം. അവിടെയും ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്കിത് വാങ്ങിക്കൊടുത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ കുട്ടിയെ നിങ്ങൾ വസ്ത്രം വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ, അവളത് ബോധ്യപ്പെടുത്തണം.
ഇത് ബോധ്യപ്പെടുത്തുന്നതിലേക്ക് രക്ഷിതാക്കൾ ഇതിന് പോകണം. അപ്പോൾ ഞാൻ കൗമാരക്കാരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി എന്നോടൊരൊറ്റ ചോദ്യം ഒരാൾ ചോദിക്കുകയാണ്, എന്തുണ്ട് സാർ പരിഹാരം? ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്തുണ്ട് പരിഹാരം? ഉത്തരം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒരൊറ്റ ഉത്തരം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വീട് ഇസ്ലാമികവൽക്കരിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതാണ്. നമ്മുടെ വീടിനെ അല്പമൊന്ന് ഇസ്ലാമികവൽക്കരിക്കുക. ഇസ്ലാമികവൽക്കരണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കുട്ടിക്കൊരു ഇസ്ലാമികമായിട്ടുള്ള ചിട്ടകൾ ഫീൽ ചെയ്യണം. നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഖുർആൻ ഓതി കേൾക്കുന്ന, ഇസ്ലാമികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന. എന്താ നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യാറുള്ളത്? മക്കളുമായിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ഇരിക്കുക, കൂടിയിരിക്കുക. മക്കളും ഭാര്യയും ഭർത്താവൊക്കെ ഒന്ന് കൂടിയിരിക്കുക. മക്കൾ ഖുർആൻ ഓതുന്നതെങ്കിൽ ബാപ്പിയും ഉമ്മയും ഒരുമിച്ചിരിക്കുക, ഒരു മജ്ലിസ് കൂടുക. നമ്മളെ വീട്ടിൽ സൗകര്യമില്ലായിട്ടാണോ പ്രിയപ്പെട്ടവർ? സോഫ സെറ്റില്ലേ നമ്മുടെ വീട്ടിൽ? ഒരുമിച്ചിരിക്കുക സ്ഥലമില്ലേ നമ്മുടെ വീട്ടിൽ? ഇവിടെ നമ്മളൊന്ന് ഒരുമിച്ചിരിക്കുക. എന്നിട്ട് മൂത്ത കുട്ടിയോട് പറയാം, മോളെ നീ ഖുർആൻ എടുത്ത് വാ, നീ ഇന്ന സാധനം ഒന്ന് ഓത്, പാപ്പൊന്ന് കേൾക്കട്ടെ, ഉമ്മ ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ മോളെ ഓതി ആയി വാ, ഉഷാറായിട്ടുണ്ട്, എന്ത് രസമുണ്ട് മോളുടെ ഒത്ത് കേൾക്കാൻ. ഇനി മറ്റേ അകത്തൊന്ന് ഓതി തരും മോള്, മറ്റേ സൂറത്ത് അവിടെ ആയി വാ, ഉഷാറായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മോറൽ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഉസ്താദ് പഠിപ്പിച്ചു തന്നത് ആ ഒരു സാധനം ഇല്ലായിരുന്നു മോളെ, തജ്വീദ്. അത് വെച്ചിട്ടാണ് മോൾ ഓതിയത്. അത് വെച്ചിട്ട് ഓതിയത്, ഉഷാറായിട്ടുണ്ട്, മോളുടെ സൗണ്ട് ഓതാൻ നല്ലതാണ്. നോക്കൂ, കുട്ടിക്ക് കൊടുത്തൊരു പ്രോത്സാഹനം. ഇതാണ് ഇസ്ലാമികവൽക്കരിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത മോൻ്റെ അടുത്തേക്ക് കൊടുക്കുക. ഇനി മോനൊന്ന് ഓത്, ഓതിയ പോലെ ഉഷാറായിട്ട് ഓതണം കേട്ടോ. ഉടൻ കുട്ടി ഖുർആൻ എടുത്ത് വെച്ച് കുട്ടി ഓതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉമ്മയും ബാപ്പയും ഇത് കേട്ട് ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഇനി ഉമ്മ ഓതി തരാട്ടാ. നിങ്ങൾ ഇനി ഉമ്മ ഓതി തരേ, ഉമ്മ ഓതിന്നൊരു സാധനം ഓതി തരാം. അപ്പോൾ ബാപ്പ പറഞ്ഞു, ശരി, ഇനി നമുക്ക് ഇപ്പോൾ മോളെ ഓതിയത് എന്ത് രസമുണ്ട്, ഇതിൻ്റെ അർത്ഥം നോക്കിയാലോ നമുക്കൊന്ന് എല്ലാവർക്കും കൂടിയിരുന്ന് അല്ലേ? അപ്പോൾ ഉടൻ തന്നെ ഒരു അർത്ഥം നോക്കി, ഇതിങ്ങനെയാണ് അർത്ഥം. വല്ലാത്ത അർത്ഥം തന്നെയാണ്. ഒരു 10 മിനിറ്റ് മതി പ്രിയപ്പെട്ടവരെ. എന്ത് രസമുണ്ട് നമ്മുടെ വീട്. ഈ വീട്ടിൽ നിന്നൊരു കുട്ടി പ്രേമിച്ചിറങ്ങിപ്പോകും നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? ഈ വീട്ടിലേക്ക് ഒരുത്തൻ ആടി കയറി വരും നിങ്ങൾ കരുതുന്നുണ്ടോ? 21 വയസ്സുള്ള ആൺകുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്ക് +2 പഠിക്കുന്ന മോളെ ചോറും കൊടുത്ത് റൂമിലിട്ട് പൂട്ടുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയണം. ബാപ്പ നീത്താക്കാത്ത് കുടുങ്ങി ഗൾഫിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഈ പെൺകുട്ടിയെ റൂമിലിട്ട് പൂട്ടിയിട്ട് ഉമ്മ കാത്ത് നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ 21 വയസ്സുകാരൻ 22 വയസ്സുകാരൻ കയറി വരുന്നത് 4 കാലിലാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന മണം ഏതോ കഞ്ചാവോ കള്ളോ കുടിച്ച് വരികയാണ്. ഈ ചെറുക്കൻ തൻ്റെ പ്രിയപ്പെട്ട മോളെ സ്വന്തം ചോരെ പറഞ്ഞ മോൻ കയറി പിടിക്കുമോ, മാനഭംഗപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ട് സ്വന്തം മാനം പോലും പണയം വെച്ച് ഓളെ റൂമിലിട്ട് പൂട്ടി നിൽക്കുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രം. ഞാനിപ്പം പറഞ്ഞ വീട്ടിൽ ഒരു കുട്ടി കള്ളു കുടി ചാടി കയറി വരുന്നു എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് കരുതുന്നുണ്ടോ? അപ്പോൾ നമ്മളല്ലേ നമ്മുടെ മക്കളെ നശിപ്പിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമികവൽക്കരിക്കുന്ന ഒരു സുന്ദരമായ വീട്, മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ ഒരു വൃത്തികെട്ട ചെടി വളർന്നു വരുമ്പോൾ നമ്മളതിനെ പറിച്ച് കളിയില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ പൂത്തു നിൽക്കുന്ന പൂക്കളും ചിത്രശലഭങ്ങളും സുന്ദരമായ സുഗന്ധവുമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ വീടിനെ ഇസ്ലാമികവൽക്കരിക്കേണ്ടതുണ്ട്. അവിടെ കൃത്യമായി നമ്മുടെ മക്കൾ നല്ല ലക്ഷ്യബോധത്തോടു കൂടി റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ, ഈ ലോകത്തും പരലോകത്തും ഹസനയുണ്ടാകുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറും എന്ന് നിങ്ങളറിയണം. ആ കുട്ടികളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പണി മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലല്ല, മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പിക്കൊടുക്കലും വെച്ച് കൊടുക്കലുമല്ല, മക്കൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കലുമല്ല. ഒത്തൊരുമിച്ചിരുന്ന് ഇതൊക്കെ ചെയ്യണം. കുട്ടികൾക്ക് ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തോടെ ഒരേ മനസ്സോടെ സന്തോഷത്തോടെ മക്കളെ വളർത്തിയെടുക്കലാണ് ഒരു പ്രിയപ്പെട്ട രക്ഷിതാവിൻ്റെ കടമ എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ, എന്നെ കാണുന്നവർ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഭാവിയിൽ ഒരു നല്ല മക്കളായിട്ട് ഈ ഒരു സംസാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ, വളർത്തലിൽ ഒരു മാറ്റം ഉണ്ടാവണം. അതില്ലാതെ ഇത് കേട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മാറ്റം ഉണ്ടാവാനുള്ള ഒരു അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. മക്കൾ
വളരെ മനോഹരമായിട്ട് പഠിക്കാനും വളരാനും ഇഹലോകവും പരലോകവും നേടുന്ന മക്കളായി തീരാനുമുള്ള ഒരു നന്മ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുരിയാത്തിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.